ഇന്ന് സെൻറ്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ കേരളത്തിലെ കരിയർ ഗൈഡൻസ് രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട NGO ആയിട്ട് പ്രവർത്തിക്കുന്ന സിജിയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പരീക്ഷകളെക്കുറിച്ച് നമ്മുടെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു മത്സര പരീക്ഷ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കയറി വരിക PSC മാത്രമാണ്. അതുപോലെ തന്നെ UPSC, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, റെയിൽവേ, ഇങ്ങനെ പലതരത്തിലുള്ള ഏജൻസികൾ ഉണ്ടെങ്കിലും PSC പരീക്ഷകളെക്കുറിച്ചായിരിക്കും നമുക്ക് കൂടുതലായിട്ടും അറിവുണ്ടാവുക. എന്നാൽ ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് സെലക്ഷൻ കിട്ടാൻ സഹായിക്കുന്ന, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് സർവീസിലേക്ക് ഒരു ജോലി കിട്ടാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള ഒരു ഏജൻസിയാണ് SSC അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. അപ്പോൾ SSCയെ കുറിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര അവബോധമില്ലാത്തത് കൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് സർവീസിലേക്ക് വരുന്ന മലയാളികളുടെ എണ്ണം പൊതുവെ വളരെ കുറവായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ കേന്ദ്ര ഗവൺമെൻറ് സർവീസിലെ ജോലികളെക്കുറിച്ച്, പ്രത്യേകിച്ച് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന മത്സര പരീക്ഷകളെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധമുണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് CG ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ UPSC കൂടാതെ കേന്ദ്ര ഗവൺമെൻറ് സർവീസിലേക്ക് മത്സര പരീക്ഷകൾ നടത്തുന്ന ഏജൻസിയാണ് SSC അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഓൾ ഇന്ത്യ, അതായത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും നമുക്ക് ജോലി ചെയ്യാനുള്ള അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സർവീസിലേക്ക് UPSC കൂടാതെ ധാരാളം മത്സര പരീക്ഷകൾ നടത്തുന്ന പ്രധാനപ്പെട്ട ഏജൻസിയാണ് SSC എന്നുള്ളത് മനസ്സിലാക്കുക, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് സർവീസിലേക്ക്. അപ്പോൾ അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് സർവീസിൽ ഒരു ജോലി കിട്ടണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും പഠിക്കുന്ന സമയത്ത് തന്നെ, പ്രത്യേകിച്ച് ഒരു +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു +2 പഠിക്കുന്ന സമയത്ത് തന്നെ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം +2 കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോഴോ കേന്ദ്ര ഗവൺമെൻറ് സർവീസിലുള്ള ഒരു ജോലി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്ത് ഒരു കേന്ദ്ര ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടണം, കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി നമ്മൾ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഓരോ പോസ്റ്റിനെ കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു +1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുങ്ങിയത് ഒരു ഡിഗ്രി കഴിയുമ്പോഴേക്ക് ഒരു ഡിഗ്രിയോടൊപ്പം ഒരു കേന്ദ്ര ഗവൺമെൻറ് സർവീസിൽ ഒരു ജോലി എന്നുള്ള നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ അത്ര വളരെ ഒരു ഈസി വാക്ക് ഓവറായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കില്ല. കാരണം കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായ പരിശീലനവും കൃത്യമായിട്ട് അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തിയാൽ മാത്രമേ, അതായത് ചുരുക്കി പറഞ്ഞാൽ നല്ല ഹാർഡ് വർക്ക് വേണം. ഓരോ ദിവസവും ഒരു 3-4 മണിക്കൂർ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി സ്വയം ഇതിനു വേണ്ടി നിങ്ങൾ ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു ഡിഗ്രി കഴിയുന്നതോടുകൂടി തന്നെ ഒരു കേന്ദ്ര ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതല്ലാതെ നമ്മളൊരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യുക, 2 മാസം കഴിഞ്ഞാൽ പരീക്ഷ ഉണ്ടാവും, പോയി പരീക്ഷ എഴുതുക, അങ്ങനെ എഴുതുന്നതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നിങ്ങൾക്ക് ആ പരീക്ഷേൻ്റെ രീതി ഒന്ന് മനസ്സിലാക്കാൻ പറ്റും, പരീക്ഷേൻ്റെ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നല്ലാതെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയോ അതല്ലെങ്കിൽ സെലക്ഷൻ കിട്ടുകയോ വളരെ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ മത്സര പരീക്ഷകളെക്കുറിച്ച് കൃത്യമായി നേരത്തെ മനസ്സിലാക്കി തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും കിട്ടും. കാരണം ഇതിന് കുറേ പ്ലസ് പോയിന്റുകളുണ്ട്. ഈ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് ധാരാളം മെറിറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഓരോന്നും കൃത്യമായിട്ട് വഴിയിൽ പറയാം. അപ്പോൾ നമുക്കറിയാം, ഏതൊരു സർക്കാർ സർവീസിൻ്റെയും പ്രധാനപ്പെട്ട കുറേ ഗുണങ്ങളുണ്ട്. അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് സർവീസിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന മത്സര പരീക്ഷകളാണെങ്കിലും അതിനും ധാരാളം ബെനിഫിറ്റുകൾ, മെറിറ്റ്സ് ഉണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് സാലറി തന്നെയാണ്. ഏറ്റവും ഉയർന്ന ശമ്പള സ്കെയിൽ, കേന്ദ്ര ഗവൺമെൻറ് സ്കെയിലിൽ ഏറ്റവും ഉയർന്ന ശമ്പള നിരക്കിൽ നമുക്ക് ശമ്പളം കിട്ടും എന്നുള്ളതാണ്. കൃത്യമായ മാസത്തിൽ കൃത്യമായ സമയത്ത് തന്നെ ശമ്പളം കിട്ടും എന്നുള്ളതാണ്. ഏതൊരു ഗുഡ് സാലറിയാണ് ഏറ്റവും
ഗവൺമെൻറ് സർവീസിൻ്റെ ഒരു ആകർഷണീയത എന്ന് പറയുന്നത്. മറ്റൊന്ന് ജോബ് സെക്യൂരിറ്റിയാണ്. നമുക്കറിയാം സർവീസിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മൾ സുരക്ഷിതത്വമാണ്. നമുക്ക് പെട്ടെന്ന് അങ്ങനെ പിന്നെ തൊഴിലില്ലാതായി പോകുന്ന ഒരവസരം ഉണ്ടാകുന്നില്ല. അപ്പോൾ ജോബ് സെക്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൂടാതെ പിന്നെ ഈ സർവീസിൻ്റെ മറ്റൊരു പ്രത്യേകത പലതരത്തിലുള്ള ശമ്പളത്തിന് പുറമെ പലതരത്തിലുള്ള മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുന്ന പല രീതിയിലുള്ള അലവൻസുകൾ നമുക്ക് അവൈലബിൾ ആണ്. മറ്റൊരു ആകർഷണീയത എന്ന് പറയുന്നത് പെൻഷൻ സ്കീമാണ്. നമുക്ക് റിട്ടയർമെൻ്റ് ജീവിതത്തിന് ശേഷം അല്ലെങ്കിൽ റിട്ടയർമെൻ്റ് ലൈഫിൽ നമുക്ക് പിന്നെ സർവീസിൽ നിന്ന് റിട്ടയർ ആയി കഴിഞ്ഞാലും കൃത്യമായ പെൻഷൻ നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഫിക്സഡ് വർക്ക് ടൈമിൽ മാത്രമാണ് നമ്മൾ പിന്നെ ജോലി ചെയ്യേണ്ടത്. ധാരാളം ലീവ് ആനുകൂല്യങ്ങൾ, വൈവിധ്യമാർന്ന വ്യത്യസ്തമായ നിരവധി ലീവ് ആനുകൂല്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്ന ആളുകളുണ്ടാവും. അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ രൂപത്തിൽ പലതരത്തിലുള്ള പിന്നെ മോണിറ്ററി ബെനിഫിറ്റ് ആയിട്ടും മറ്റ് സർവീസ് ആനുകൂല്യങ്ങൾ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് സർവീസിലുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര ഗവൺമെൻറ് സർവീസിൽ ഏറ്റവും ടോപ്പ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും സർവീസിലൊക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് നമ്മുടെ നാട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും അല്ലെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും നമുക്ക് നല്ലൊരു സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി നമുക്ക് SSC നടത്തുന്ന വിവിധ മത്സര പരീക്ഷകളിലേക്ക് വരാം. അപ്പോൾ SSC എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് സർവീസിലുള്ള പ്രധാനപ്പെട്ട തസ്തികകളിലേക്കൊക്കെ പരീക്ഷ നടത്തുന്ന ഏജൻസിയാണ്. നമുക്കറിയാം UPSC നടത്തുന്ന കുറേ പരീക്ഷകളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് സർവീസിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന മത്സര പരീക്ഷ എന്ന് പറയുന്നത് സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള ചില പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ നടത്തുന്നത് UPSC ആണ്. അപ്പോൾ UPSC കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന കുറേ പോസ്റ്റുകളിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC ആണ് പരീക്ഷ നടത്തുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമുക്കറിയാം പിന്നെ നമുക്ക് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ജോലി ലഭിക്കുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു ഡിഗ്രി കഴിഞ്ഞ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് കഴിഞ്ഞ് പിന്നെ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജോലി കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ചില ഏജൻസികൾ നമുക്കറിയാം മത്സര പരീക്ഷകൾക്ക് നമ്മൾ ജോലിക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ വല്ലാതെ ഡിലേ ആവും. പരീക്ഷ നടത്താൻ തന്നെ ഡിലേ ഉണ്ടാവും. ഇനി പരീക്ഷ നടത്തി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരാൻ കുറേ ഡിലേ ഉണ്ടാവും. ഈ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമുക്ക് ജോലി കിട്ടണമെങ്കിൽ തന്നെ അഡ്വൈസ് മെമ്പർ കിട്ടാനും അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടാനൊക്കെ വളരെയധികം ഡിലേ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയത്ത് SSCയുടെ പ്രത്യേകത വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് SSCയുടെ മത്സര പരീക്ഷകൾ എല്ലാ വർഷവും SSC നടത്തുന്ന മത്സര പരീക്ഷകളുടെ കലണ്ടർ പ്രസിദ്ധീകരിക്കും. ഇപ്പോൾ ഈ വർഷം തന്നെ നിങ്ങൾക്ക് സൈറ്റിൽ കയറി നോക്കി ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 2025 കലണ്ടർ വന്നു കഴിഞ്ഞു. ജനുവരിയിൽ ഏത് പരീക്ഷ നോട്ടിഫിക്കേഷൻ വരും, ആ പരീക്ഷയ്ക്ക് ഏതുവരെ അപേക്ഷ കൊടുക്കാം, ആ പരീക്ഷ പരീക്ഷയുടെ ടെൻഡേറ്റീവ് ഡേറ്റ് എപ്പോഴാണ്, മത്സര പരീക്ഷ നടത്തുന്ന ഡേറ്റ് എപ്പോഴാണ്. അപ്പോൾ അതുവരെ നമുക്ക് ജനുവരി ടു ഡിസംബർ വരെ ഓരോ വർഷത്തെയും കലണ്ടർ കൊടുത്തിട്ടുണ്ടാവും. ഈ നടത്തുന്ന എല്ലാ പരീക്ഷകളും എല്ലാ വർഷവും നടത്തുകയും ചെയ്യും SSC. അപ്പോൾ ഈ 2025 ഒരു പരീക്ഷ നടത്തിക്കഴിഞ്ഞാൽ അതേ പരീക്ഷ തന്നെ 2026 വീണ്ടും നടത്തും. എന്ന് പറഞ്ഞാൽ 2025 പരീക്ഷ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അതായത് നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ നടത്തി അതിൻ്റെ ഫസ്റ്റ് ടയർ നടത്തി സെക്കൻഡ് ടയർ നടത്തി റിസൾട്ട് പ്രഖ്യാപിച്ച് റാങ്ക് ലിസ്റ്റ് വന്ന് ആ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ ആളുകൾക്കും അപ്പോയിൻമെൻറ്റ് കിട്ടും. അപ്പോൾ അതൊരു വർഷത്തിൻ്റെ ഉള്ളിൽ അത് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി ആഗ്രഹിക്കുന്ന രീതിയിൽ ഏറ്റവും ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു കലണ്ടറിൻ്റെ പ്രത്യേകത. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഞാൻ കുറച്ച് കലണ്ടറിൻ്റെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. 2025 കലണ്ടറാണ്. സെലക്ഷൻ പോസ്റ്റ് എന്നുള്ള ഒരു പോസ്റ്റിലേക്ക് വിളിച്ചു കഴിഞ്ഞു. അത് 10ാം ക്ലാസ്സുകാർക്ക് അപേക്ഷിക്കാം, +2കാർക്ക് അപേക്ഷിക്കാം, ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അതായത് അതിനകത്ത് സെലക്ഷൻ പോസ്റ്റ് ഫേസ് 3 എന്നാണ് 13 എന്നാണ് അതിൻ്റെ പേര്. 13ാമത്തെ സെലക്ഷൻ അതായത് വൈവിധ്യമാർന്ന വ്യത്യസ്തമായിട്ടുള്ള നിരവധി തസ്തികകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ യോഗ്യതകളാണ്. ചിലത് +2 ആണ് യോഗ്യത, ചിലത് ഡിഗ്രിയാണ് യോഗ്യത, ചിലത് ഏതെങ്കിലും പ്രത്യേക വിഷയത്തിലുള്ള ഡിഗ്രി ആയിരിക്കണം, ചിലത് 10ാം ക്ലാസ്സാണ് യോഗ്യത. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നേരത്തെ വന്നു കഴിഞ്ഞു. ഈ ജൂൺ 23 നാളെയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നാളെ അവസാനിച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം ജൂലൈ മുതൽ ആഗസ്റ്റ് വരെയാണ് അതിൻ്റെ പരീക്ഷ നടക്കുന്നത്. അപ്പോൾ അതാണ് ടെൻഡേറ്റീവ് ഡേറ്റ് അതിനകത്ത് കാണും. പിന്നെ സ്റ്റെനോഗ്രാഫർ C ആൻഡ് D ഗ്രൂപ്പിൽ ഉള്ള സ്റ്റെനോഗ്രാഫറെ വിളിച്ചു കഴിഞ്ഞു. ജൂൺ 5ാം തീയതി വിളിച്ചിട്ടുണ്ട്. ജൂൺ 26 വരെ അപേക്ഷിക്കാം. ഇപ്പോൾ ജൂൺ കഴിഞ്ഞ് ജൂലൈ കഴിഞ്ഞ് ആഗസ്റ്റിൽ അതിൻ്റെ പരീക്ഷയാണ്. കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ അതായത് ഹിന്ദിയിൽ BA MA കോഴ്സ് പൂർത്തിയാക്കിയ ആൾക്കുള്ള ട്രാൻസ്ലേഷൻ പോസ്റ്റിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്.
ജൂൺ 5-ാം തീയതി വിളിച്ചിട്ടുണ്ട്. ജൂൺ 26 വരെ അപേക്ഷിക്കാം. ആഗസ്റ്റിൽ അതിൻ്റെ പരീക്ഷയാണ്. അപ്പോൾ എല്ലാത്തിനും ടയർ 1, ടയർ 2 അതായത് പ്രിലിമിനറി, ഫൈനൽ എന്നുള്ള പരീക്ഷയാണ്. ഇന്റർവ്യൂ ഒന്നിനുമില്ല. ഓൺലി പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം മാത്രമാണ്. അപ്പോൾ അതിൽ ടയർ 1 ക്വാളിഫൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടയർ 2 എഴുതാം. ടയർ 1ൻ്റെ പരീക്ഷ ഇപ്പോൾ 2 മാസം കഴിഞ്ഞാൽ തുടങ്ങും. അപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരും. ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞാൽ ടയർ 2ൻ്റെ പരീക്ഷ ഉണ്ടാവും. അത് ടയർ 2 കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞാൽ റിസൾട്ട് വരും. റിസൾട്ട് വന്ന് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 3-4 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പിന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടും. ആ രീതിയിൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രോസസ്സ് പൂർത്തിയാവും. ഇപ്പം വിളിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ഇതിൽ 7-ാമത്തെ നമ്പർ കാണാം, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. അതാണ് CGL പരീക്ഷ. അതാണ് ഇപ്പം വിളിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ്. അതായത് ജൂൺ 9-ാം തീയതി വിളിച്ചിട്ടുണ്ട്. ജൂലൈ 4-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. ജൂലൈ കഴിഞ്ഞ് ആഗസ്റ്റ് 13 മുതൽ 30 വരെ പരീക്ഷയാണ്. ടെൻഡേറ്റീവ് ഡേറ്റ് വന്നു. അതായത് അപ്പോൾ പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുത്തിട്ട് പഠിക്കാന്ന് വെച്ചാൽ സംഗതി നടക്കൂല. കാരണം പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞാലോ 2 മാസം കഴിഞ്ഞാലോ പരീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ ഒരു CGL ഇപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ മനസ്സിലാക്കണം, ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് എഴുതുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മോഡൽ മനസ്സിലാവും. ആ പരീക്ഷൻ്റെ രീതി എന്താണ്, അതിലേതൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത്, അതിൻ്റെ ഒരു ടൈം പാറ്റേൺ എങ്ങനെയാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത കൊല്ലത്തെ 2026 വരുന്ന CGLന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം തന്നെ പ്രിപ്പറേഷൻ തുടങ്ങണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ, നമുക്കറിയാം ധാരാളം പോസ്റ്റ്, പിന്നെ പലതരത്തിലുള്ള പാരാമിലിറ്ററി ഫോഴ്സുകളുണ്ട്. ആംഡ് പോലീസ് ഫോഴ്സ് ഉണ്ട്. അതായത് BSF, CISF, CRPF ഇങ്ങനെയുള്ള പോസ്റ്റുകളിൽ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് വരാനുള്ളത് ഈ മാസം തന്നെ വിളിക്കാൻ പോവുകയാണ്. 16-ാം തീയതി അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അടുത്ത് തന്നെ ഉണ്ടാവും എന്തായാലും. പിന്നെ അതേപോലെ തന്നെ CHSL ഈ മാസം തന്നെ 23-ാം തീയതി, നാളെയാണ് ഷെഡ്യൂൾ കൊടുത്തിരിക്കുന്നത്. കമ്പൈൻഡ് +2കാർക്ക് എഴുതാൻ പറ്റുന്നതാണ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം. അപ്പോൾ അടുത്ത ദിവസം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ജൂലൈയിൽ വരെ അപേക്ഷിക്കാം. സെപ്റ്റംബറിൽ പരീക്ഷ ഉണ്ടാവും. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൻ്റെ പോസ്റ്റ് ഉണ്ട്. 10-ാം ക്ലാസ്സാണ് യോഗ്യത. അതും ഈ മാസം എന്ന് പറഞ്ഞാൽ ഈ മാസം പിന്നെ SSCയുടെ ഒരു ചാകരയാണ്. 10-ാം ക്ലാസ് കഴിഞ്ഞാലും +2 കഴിഞ്ഞാലും ഡിഗ്രി കഴിഞ്ഞാലും ഇനി അത് BTech അല്ലെങ്കിൽ പിന്നെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് വിളിക്കാൻ പോകുന്നത്. അതും ഈ മാസം തന്നെയാണ് വിളിക്കുന്നത്. ജൂനിയർ എഞ്ചിനീയർ അതായത് പിന്നെ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗിൽ പോളിടെക്നിക്കൽ ഡിപ്ലോമയോ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ അങ്ങനെയുള്ള ബ്രാഞ്ചുകളിലേക്ക്, അതല്ലെങ്കിൽ BTech കഴിഞ്ഞ ആളുകൾക്ക് ഒരു ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് കേന്ദ്ര ഗവൺമെൻറ് സർവീസിലേക്ക് വിളിക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഡൽഹി പോലീസിൽ കോൺസ്റ്റബിളായിട്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മാസം പിന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഒരു ചാകരയാണ്. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടി മുന്നേറുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 10-ാം ക്ലാസ് ലെവലിലുള്ളതും +2 ലെവലിലുള്ളതും ഡിഗ്രി ലെവലിലുള്ളതും എല്ലാം നിങ്ങൾ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അടുത്ത വർഷം ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഈ രീതിയിൽ 2026 ഇതേ കലണ്ടർ ഉണ്ടാവും. ഇതേ പോസ്റ്റുകളിലേക്ക് തന്നെ വീണ്ടും 2026 അപേക്ഷ വിളിക്കും. ഏകദേശം ടെൻഡേറ്റീവ് ടൈം ഇതേപോലെ തന്നെയായിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ ഒരു കൊല്ലത്തെ പ്രിപ്പറേഷൻ നിങ്ങൾ കൃത്യമായിട്ട് ഒരു 4-5 മണിക്കൂർ ഒരു ദിവസം ചെലവാക്കിക്കൊണ്ട് നിങ്ങൾ ഈ പഠനത്തിൻ്റെ മേഖലയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ഒരു വർഷം നിങ്ങൾ അധികം കാത്ത് നിൽക്കേണ്ടതില്ല. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സർവീസിലേക്ക് കയറാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ വർഷം നിങ്ങൾ പരീക്ഷ എഴുതിയിട്ട് അതിൻ്റെ മെത്തേഡൊക്കെ മനസ്സിലാക്കി ഇപ്പം തന്നെ നിങ്ങൾ അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത വർഷം 2026 വേണ്ടി നിങ്ങൾ അധ്വാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് സർവീസിലേക്ക് വരാൻ പറ്റും. അതാണ് ഇതിൻ്റെ കലണ്ടറിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ PSC ഒക്കെ നമുക്കറിയാം. ഇതേപോലെ ഇങ്ങനെ കൃത്യമായിട്ട് കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ട് അതേപോലെ കൃത്യമായിട്ട് ഒരു വർഷത്തിൻ്റെ ഉള്ളിലൊന്ന് പൂർത്തിയാക്കുന്ന രീതിയിലുള്ള പരീക്ഷകൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിൽ എവിടെ ഇപ്പോഴത്തെ കുട്ടികൾ പുറത്തെല്ലായിടത്തും പോയിട്ട് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ വരെ പഠനം നടത്താനും ജോലിക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും നമുക്ക് ജോലി ചെയ്യാനും എല്ലാ സ്റ്റേറ്റിനെയും നമുക്ക് പരിചയപ്പെടാനും വിവിധങ്ങളായിട്ടുള്ള ഭാഷകൾ, സംസ്കാര രീതികൾ ഇതൊക്കെ നമുക്ക് ജോലീൻ്റെ ഇടയിൽ തന്നെ അതിനുള്ളൊരു അവസരം കിട്ടുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തെ നമുക്ക് പരിചയപ്പെടാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇങ്ങനെ വ്യത്യസ്തമായ പാൻ ഇന്ത്യയാണ്. അതായത് ഇന്ത്യയിൽ എവിടെയും നമുക്ക് ജോലി ചെയ്യാനുള്ള അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കലണ്ടറിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ സൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ ഓരോ വർഷവും ഒരു ജനുവരി ആകുമ്പോൾ കയറിക്കഴിഞ്ഞാൽ ആ വർഷത്തെ കലണ്ടർ വരും. ഇനി ഈ വർഷത്തെ അതേ കലണ്ടർ തന്നെ അടുത്ത വർഷമുണ്ട്. അതേ പാറ്റേൺ തന്നെ, ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവും. അതിൻ്റെ ദിവസത്തിലും മാസത്തിലും ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവും. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ മനസ്സിലാക്കണം. അതായത് പിന്നെ
സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷയുടെ പാറ്റേൺ, അതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പറേഷൻ നടക്കണം. അപ്പോൾ ഇതിൽ ടയർ 1, ടയർ 2 2 രീതിയിൽ നമ്മൾ സാധാരണ പ്രിലിമിനറി, മെയിൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ പ്രിലിമിനറി പാസ്സായി കഴിഞ്ഞാൽ ടയർ 2ലേക്ക് നമ്മൾ ടയർ 1 ക്വാളിഫൈ ചെയ്താൽ മാത്രമേ ടയർ 2ലേക്ക് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റൂ. എല്ലാ പരീക്ഷകൾക്കും മിക്കവാറും ടയർ 1, ടയർ 2 ഉണ്ട് SSCൻ്റെ. അപ്പോൾ ടയർ 1 നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്നും പരിഗണിക്കുന്നില്ല ഇതിലുള്ള മാർക്ക്. പക്ഷേ ക്വാളിഫൈ മാർക്ക് നേടിയാൽ മാത്രമേ ടയർ 2 എഴുതാൻ പറ്റൂ. ടയർ 2ൽ നമുക്ക് കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ്. പിന്നെ ഇന്റർവ്യൂ ഇല്ല, വേറെ ഒന്നുമില്ല. ഇനി അത് കുറച്ചൊരു ഈ ഫോഴ്സ് അങ്ങനത്തെ കുറച്ചൊരു യൂണിഫോം പോസ്റ്റ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇന്റർവ്യൂ ഇല്ല, ഒരു സംഗതിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറാവുക. അപ്പോൾ പരീക്ഷയെക്കുറിച്ച് നമ്മൾ കൃത്യമായി പഠിക്കണം. പരീക്ഷയിൽ എന്താണ് വരിക? ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരിക? അത് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം ഒരു 3, 4, 4, 5 മണിക്കൂർ ഒരു ദിവസം ചെലവാക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. അതല്ല പിന്നെ നമ്മളിങ്ങനെ വർഷങ്ങളോളം പരീക്ഷ എഴുതിക്കൊണ്ടേയിരിക്കലേ. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. എല്ലാം ഓൺലൈൻ ടെസ്റ്റാണ്. ഒന്നും കറുപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. അതായത് OMR കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ കുറേ ഗുണങ്ങളുണ്ട്. കുറച്ച് പരിചയമില്ലാത്ത ആളുകൾ മോക്ക് ടെസ്റ്റുകൾ നടത്തിയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാത്ത ചോദ്യം തൽക്കാലം വിട്ടുവെക്കാം. തൽക്കാലം അത് മാറ്റിവെക്കാം. അറിയുന്ന ചോദ്യങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്തിട്ട് പോകാം. അപ്പോൾ അതൊക്കെ അവിടെ കളറിൽ കാണിക്കും. നമ്മൾ ഏത് ചോദ്യമാണ് ഒഴിവാക്കിയത്, അറ്റൻഡ് ചെയ്യാത്ത ചോദ്യം ഏതാണ്, അറ്റൻഡ് ചെയ്ത ചോദ്യം ഏതാണ്, അതൊക്കെ കമ്പ്യൂട്ടറിൽ നമുക്ക് സൈഡിൽ കാണിക്കും. അപ്പോൾ വ്യത്യസ്ത കളറിൽ കാണിക്കും. ഏത് ചോദ്യം നമുക്ക് ആദ്യം അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ലൈന് മാറിപ്പോകും. നമ്മൾ കറുപ്പിക്കുന്ന സമയത്താണ് ചിലപ്പോൾ നമ്മൾ നമ്പർ മാറിപ്പോകും, ചോദ്യം മാറിപ്പോകും. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം വളരെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ചോദ്യമില്ല. ടയർ 1 ആണെങ്കിലും ടയർ 2 ആണെങ്കിലും എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഒരു ചോദ്യം 4 ഉത്തരം 1, 2, 3 അല്ലെങ്കിൽ ABCD. ആണ് ഉത്തരമെങ്കിൽ ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കറുപ്പിക്കേണ്ട പണിയൊന്നുമില്ല. ഉത്തരമെങ്കിൽ ബി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമ്മൾ സാധാരണ മാനുവലായിട്ട് എഴുതുന്നതിലും എളുപ്പത്തിൽ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഏജ് ലിമിറ്റാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. 10ാം ക്ലാസ്, +2 ലെവലിലുള്ള മിക്കവാറും പരീക്ഷകൾ ഇപ്പോൾ CHS ഒക്കെ ആണെങ്കിൽ 27 വയസ്സാണ് ഏജ് ലിമിറ്റ്. ഡിഗ്രി ലെവലിലുള്ള CGL പോലെയുള്ള പരീക്ഷകളാണെങ്കിൽ ചിലത് 30 വയസ്സ്, 31 വയസ്സ്, ആ രീതിയിലാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ്. അപ്പോൾ ചില മത്സര പരീക്ഷകൾ നമുക്കറിയാം 40 വയസ്സ് വരെ, അതല്ലെങ്കിൽ 45 വയസ്സ് വരെയൊക്കെ പരീക്ഷ. അപ്പോൾ അത്രത്തോളം ആളുകളൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. ഈ ഒരു ചെറിയ ഏജ് ലിമിറ്റിൻ്റെ ഉള്ളിലുള്ള ആളുകൾ മാത്രമേ ഇതിലുണ്ടാവൂ. ഏജിലുള്ള ആളുകൾ മാത്രം. പിന്നെ ചില വിഭാഗങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും കൂടുതലുണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ. ഒരു 90% OBCക്കാർ. അവർക്ക് 3 വർഷം ഇളവ് കിട്ടും. അപ്പോൾ 27 വയസ്സായ ഏജ് ലിമിറ്റെങ്കിൽ 30 വയസ്സ് വരെ. ഇനി 30 വയസ്സിൻ്റെതാണെങ്കിൽ 33 വയസ്സ് വരെ. ഇനി SC, ST വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ 5 വർഷം ഇളവുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഏജ് റിലാക്സേഷൻ ഇളവുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ മറ്റൊന്ന് നമ്മൾ പരീക്ഷാ കേന്ദ്രമാണ്. പരീക്ഷാ കേന്ദ്രം കേരളത്തിൽ തന്നെ അവൈലബിൾ ആണ്. എല്ലാ ജില്ലകളിലും ഇല്ലെങ്കിലും കേരളത്തിലെ മിക്കവാറും ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് എറണാകുളത്തുണ്ട്, കോട്ടയത്തുണ്ട്, കൊല്ലം, കോഴിക്കോട്, തിരുവനന്തപുരം പ്രധാനപ്പെട്ട ജില്ലകളിലൊക്കെ ഉണ്ട്. ഒരു 3, 4 ജില്ലകൾക്ക് കൂടിയിട്ട് ഒരു ജില്ലയാണ്. പിന്നെ നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് പിന്നെ നമുക്ക് കർണാടക ബോർഡറിൽ ബാംഗ്ലൂർ, പിന്നെ അതേപോലെ തന്നെ മംഗലാപുരം, മൈസൂർ, ഇവിടെയൊക്കെ നമുക്ക് പരീക്ഷാ കേന്ദ്രങ്ങളായിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ കിട്ടുന്നുണ്ട്. പുറത്ത് പോകേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റൊരു പ്രത്യേകത പിന്നെ പരീക്ഷാ ഫീസാണ്. ഇതിനൊരു പരീക്ഷാ ഫീസുണ്ട്. PSCക്ക് നമുക്കറിയാം പരീക്ഷാ ഫീസില്ല. പക്ഷേ ഇതിന് 100 രൂപ പരീക്ഷാ ഫീസുണ്ട്. പക്ഷേ ചില വിഭാഗങ്ങൾക്ക് ഇളവുണ്ട്. പെൺകുട്ടികൾക്ക് പരീക്ഷാ ഫീസ് അടക്കേണ്ടതില്ല, ഇളവുണ്ട്. അതുപോലെ തന്നെ SC, ST വിഭാഗത്തിൽപ്പെട്ടവർ, ഡിസബിലിറ്റി ഉള്ള ആളുകൾ, പെൺകുട്ടികൾക്ക് ഫീസ് ഇളവുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പെൺകുട്ടികളെ അതുപോലെ തന്നെ SC, ST വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും PWD കാൻഡിഡേറ്റ്സിനൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അതിൽ ഫീസ് ഇളവുണ്ട്. ആ 100 രൂപയും കൊടുക്കേണ്ടതില്ല. ഫ്രീ ആയിട്ട് തന്നെ അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചില പരീക്ഷകൾ ഒന്നുകൂടി പരിചയപ്പെടാം. നേരത്തെ കലണ്ടറിൽ കണ്ടതാണ്. പക്ഷേ അത് നിങ്ങൾ അത്ര വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. പ്രധാനപ്പെട്ട പരീക്ഷകൾ ഇപ്പം വിളിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ് CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. ശരിക്കും ഒരു +1 മുതൽ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുന്ന ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിഗ്രി ഫൈനൽ ഇയറിൽ ഈ കുട്ടിക്ക് അപേക്ഷ കൊടുക്കാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. +2 യോഗ്യത ഉള്ളതാണെങ്കിൽ +2 ഫൈനലിന് പഠിക്കുമ്പോൾ അപേക്ഷ കൊടുക്കാം. ഡിഗ്രി യോഗ്യതയുള്ള പരീക്ഷയാണെങ്കിൽ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടിയാണ് ഇപ്പം ജസ്റ്റ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഡിഗ്രി ഫൈനൽ പരീക്ഷ അറ്റൻഡ് ചെയ്ത് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ അവർക്ക് അപേക്ഷ കൊടുക്കാം. റിസൾട്ട് വരണമെന്നില്ല. അപ്പോൾ ഡിഗ്രി ഫൈനലിലേക്ക് ഇപ്പോൾ എത്തിയ കുട്ടികൾക്ക് പറ്റൂല.
ഇപ്പം ജസ്റ്റ് സെക്കൻഡ് ഇയർ കഴിഞ്ഞ് ഇപ്പം ജസ്റ്റ് ജൂണിൽ വന്ന കുട്ടികളുണ്ടാവും. അതേ സ്ഥാനത്ത് ചിലപ്പോൾ റിസൾട്ട് വരാൻ വൈകുന്നതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അവസാന ഘട്ടത്തിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം. CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. ഏറ്റവും ഒരു മിനി സിവിൽ സർവീസ് എന്നാണ് ഇതിന് പറയാം. നമ്മൾ UPSC നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷ കഴിഞ്ഞാൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളിലൊന്നാണ് CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. ഒരു മിനി സിവിൽ സർവീസാണ്. അതായത് ഏറ്റവും ഉയർന്ന പദവികളിലേക്കുള്ള ഏറ്റവും ടോപ്പ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കൊക്കെയാണ് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ പരീക്ഷ എഴുതിയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് എഴുതാവുന്ന GD കോൺസ്റ്റബിൾ പരീക്ഷ. ഞാൻ നേരത്തെ പറഞ്ഞ കുറേ പാരാമിലിറ്ററി ഫോഴ്സുകളുണ്ട്. BSF ഉണ്ട്, CISF. നമ്മുടെ വിമാനത്താവളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. തോക്കും പിടിച്ചേക്കുന്ന സെക്യൂരിറ്റിക്കാരാണ് CISFകാരാണ്. അതുപോലെ തന്നെ CRPF, ആസാം റൈഫിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പാരാമിലിറ്ററി ഫോഴ്സ് ഉണ്ട്. അതിലേക്ക് കോൺസ്റ്റബിൾ ആവാൻ യോഗ്യത പ്ലസ് 10ാം ക്ലാസ് മതി. കുറച്ച് ആരോഗ്യവും നല്ല ഫിസിക്കൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടി ഒരു പ്ലസ് ടു കഴിയുമ്പോഴേക്കും എന്തായാലും ഒരു 18 വയസ്സ് പൂർത്തിയാവും. 18 വയസ്സായിട്ടുണ്ടെങ്കിൽ ഈ പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കാം. കഴിഞ്ഞ വർഷം 50,000-ത്തോളം ഒഴിവുകളിലേക്കാണ് അപേക്ഷ വിളിച്ചത്. ഈ വർഷത്തെ അപേക്ഷ ഇപ്പോൾ അടുത്ത് ഒരു നവംബർ ഡിസംബറിൽ വിളിക്കും. ഏകദേശം 1,00,000 ഒഴിവുകളിലേക്കാണ് അപേക്ഷ വിളിക്കാൻ പോകുന്നത്. അപ്പം നിരവധി ഫോഴ്സുകളിലേക്ക് പാരാമിലിറ്ററി ഫോഴ്സുകളിലേക്ക് ഒരു യൂണിഫോം പോസ്റ്റൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ ഒരു 10ാം ക്ലാസ് ലെവലിലുള്ള പരീക്ഷ എഴുതിയിട്ട് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഒരു റിട്ടൺ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് എന്നുള്ളത് ഒരു ഓട്ടം മാത്രമേ ഉള്ളൂ. നമുക്ക് കേരള പോലീസിൽ കിട്ടണമെങ്കിൽ 8 ടെസ്റ്റ് ഉണ്ട്. ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഓട്ടം, അല്ലേ, പുള്ളപ്പ്, പുഷപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് 8 ടെസ്റ്റ് ഉണ്ട്. 8 എണ്ണത്തിൽ 5 എണ്ണം ക്വാളിഫൈ ചെയ്യണം. ഇതിലാകെ ഒരു ഓട്ടം മാത്രമേ ഉള്ളൂ. ഒരു നിശ്ചിത ദൂരം നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ ഓടിയെത്തുക എന്നുള്ളതാണ്. പിന്നെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ ഒരു പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്ക് പ്ലസ് ടു കഴിയുമ്പോഴേക്ക് ഒരു കേന്ദ്ര ഗവൺമെൻറ് സർവീസിൽ ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ എഴുതിയാൽ മതി. CHSL പരീക്ഷ. പ്ലസ് ടു ആണ് യോഗ്യത. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ക്ലറിക്കൽ പോസ്റ്റിലേക്ക് വരുന്നത് ഇപ്പോൾ അടുത്ത് വിളിക്കും. നാളെയാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ നമ്മളെ കലണ്ടറിൽ കാണിക്കുന്നത് 23-ാം തീയതി. തീർച്ചയായും അടുത്ത ആഴ്ച നമുക്ക് പ്രതീക്ഷിക്കാം. ജൂനിയർ എഞ്ചിനീയർ ഒരു ഡിപ്ലോമ കഴിഞ്ഞ കുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു ബിടെക് കഴിഞ്ഞ കുട്ടിയാണ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ. കേന്ദ്ര ഗവൺമെൻറ് സർവീസിൽ 10,000-കണക്കിന് ഒഴിവുകളിലേക്കാണ് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് വിളിക്കുന്നത്. CPO, അതായത് സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിൽ അതിൻ്റെ ഒരു ഓഫീസർ പോസ്റ്റിലേക്ക്, സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണ് അതുവഴി നമുക്ക് വരാൻ പറ്റും. പിന്നെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ഉണ്ട്. നമ്മുടെ ഒരു ഓഫീസ് സ്റ്റാഫായിട്ട് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് MTS പരീക്ഷ എഴുതിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളിൽ ഒരു ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക്. പിന്നെ സ്റ്റെനോഗ്രാഫി പഠിച്ച ആളുകളാണെങ്കിൽ സ്റ്റെനോഗ്രാഫർ പോസ്റ്റുകളിലേക്ക്, BA ഹിന്ദി, MA ഹിന്ദിയൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്റുണ്ട്. അപ്പോൾ ഇങ്ങനെ വൈവിധ്യമാർന്ന നിരവധി തസ്തികകളിലേക്ക് 10,000-കണക്കിന് ഒഴിവുകളിലേക്കാണ് ഓരോ വർഷവും അപേക്ഷ വിളിക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷകളെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി നമുക്കിതിന് ഒരുങ്ങാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് കിട്ടും. നമുക്ക് ഓരോ പരീക്ഷേൻ്റെ കുറച്ച് വിശദാംശങ്ങളിലേക്ക് വരാം. പ്രധാനമായിട്ടുള്ളൊരു പരീക്ഷയാണ് SSC നടത്തുന്ന CHSL പരീക്ഷ. പ്ലസ് ടു ആണ് യോഗ്യത. പ്ലസ് ടു എനി സ്ട്രീം, ഏത് വിഷയം, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഏതെടുത്താലും 18 വയസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ അപ്ലൈ. ഇപ്പോൾ പ്ലസ് ടുവിന് പഠിക്കുന്നത്, ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അവർക്ക് അടുത്ത വർഷം ഇതേ സമയത്ത് നോട്ടിഫിക്കേഷൻ വരും. 18 വയസ്സാകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ വരുന്നത് ഒന്ന് DO, LDC, JSA ആണ്. DO എന്ന് പറഞ്ഞാൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ്. ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ്. അതായത് ലോകസഭാ സെക്രട്ടേറിയറ്റ്, അല്ലെ, രാജ്യസഭാ സെക്രട്ടേറിയറ്റ്, കേന്ദ്രത്തിൽ ഡൽഹിയിലുള്ള അവിടെയൊക്കെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് വരാം. പിന്നെ DO ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അവസരങ്ങളുണ്ടാകും. LD ക്ലർക്ക് എന്നുള്ള LDC പോസ്റ്റ്, ഇതിനൊക്കെ പ്ലസ് ടു മതി. CHSL എന്നുള്ള പരീക്ഷയാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ധാരാളം കേന്ദ്ര ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. പാസ്പോർട്ട് ഓഫീസ് ഉണ്ട്, CBI ഉണ്ട്, സെൻട്രൽ വിജിലൻസ് ഉണ്ട്, ഇൻകം ടാക്സ്, കസ്റ്റംസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, രാഷ്ട്രപതി ഭവനിൽ വരെ നമുക്ക് ജോലി കിട്ടും. ഇലക്ഷൻ കമ്മീഷൻ, സെൻട്രൽ എക്സൈസ്, അല്ലേ, ഇങ്ങനെ ഏത് ഡിപ്പാർട്ട്മെൻറ്റ്, കേന്ദ്ര ഗവൺമെൻറ് നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് മാത്രമേ ഞാനവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ. ഈ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നിങ്ങൾക്ക് ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒരു പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതിക്കൊണ്ടേയിരിക്കാം. ഡിഗ്രി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ ഡിഗ്രി കഴിയുമ്പോഴേക്ക് നിങ്ങൾ ലിസ്റ്റിലുണ്ടെങ്കിൽ ഡിഗ്രിയുമായി നിങ്ങൾക്ക് ജോലിയായി. അപ്പോൾ അതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ പരീക്ഷേൻ്റെ സിലബസിനെ കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് അത് വേണം അതിനൊരുങ്ങാൻ. എല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ്. 4 ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരിക. ഒന്ന് ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ്, നമ്മൾ SLC പ്ലസ് ടു ലെവലിൽ പഠിച്ച പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ഗ്രാമർ, കോംപ്രിഹെൻഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളാണ്.
പിന്നെ ജനറൽ ഇൻ്റലിജൻസ്, നമ്മളെ മെൻ്റൽ എബിലിറ്റി എന്ന് പറയും, ജനറൽ മെൻ്റൽ റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയും. അങ്ങനെയുള്ള ജനറൽ ഇൻ്റലിജൻസ് അതിൽ നിന്ന് 25 ചോദിക്കും. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒരു ബേസിക് മാത്സ് ആണ്. ഒരു എസ്എൽസി പ്ലസ് ടു ലെവലിലുള്ള ഒരു ബേസിക് മാത്സ് ആണ്. പിന്നെ ജികെ അല്ലെങ്കിൽ ജനറൽ അവയർനെസ്. ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് ബേസിക് ഹിസ്റ്ററി വരും, എക്കണോമിക്സ് ഉണ്ടാവും, ജോഗ്രഫി ഉണ്ടാവും, ഈ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ടാവും, ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും, കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, ബേസിക് സയൻസ് ഉണ്ടാവും. ഇങ്ങനെ എല്ലാ മേഖലയിൽ നിന്നുള്ള ജനറൽ നോളജായിട്ട് ബന്ധപ്പെട്ട 25 ചോദ്യങ്ങൾ. അങ്ങനെ ഓരോന്നിന് 2 മാർക്ക് വീതമാണ്. അപ്പോൾ അങ്ങനെ 100 ചോദ്യത്തിന് 200 മാർക്കാണ്. സമയം നോക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എത്ര മിനിറ്റാ? 1 മണിക്കൂറാണ്. അതായത് 60 മിനിറ്റ് കൊണ്ടാണ് 100 ചോദ്യം അറ്റൻഡ് ചെയ്യേണ്ടത്. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും പതറിപ്പോവുക. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ചെയ്ത് ശീലിക്കുക. പ്രാക്ടീസ് ചെയ്യുക. ടൈം വെച്ചിട്ട് ഓരോ റാങ്ക് ഫയൽ വാങ്ങിയാൽ ഇഷ്ടംപോലെ റാങ്ക് ഫയൽ അവൈലബിൾ ആണ്. കഴിഞ്ഞ മുൻ വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും, കുറേ സെറ്റ് ചോദ്യങ്ങൾ കിട്ടും. അത് വെച്ചിട്ട് ടൈം വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് ഒരു സെറ്റ് ചോദ്യം ചെയ്തപ്പോൾ എത്ര ചോദ്യം ചെയ്യാൻ പറ്റി. അതിൽ പിന്നെ ആൻസർ കീ ഉണ്ടാവും. അത് നോക്കി നമുക്ക് തന്നെ സ്വന്തമായിട്ട് വാല്യൂ ചെയ്യാം. അപ്പോൾ എത്ര റൈറ്റ് ആൻസർ ഉണ്ട്, എത്ര റോങ് ആൻസർ ഉണ്ട്, നെഗറ്റീവ് മാർക്കും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആദ്യം ചെയ്യുന്ന സമയത്ത് കുറഞ്ഞ മാർക്കേ നമുക്ക് കിട്ടും. പക്ഷേങ്കിൽ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരു വർഷം ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ഓരോ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഒരു ദിവസം 1 2 സെറ്റെങ്കിലും ചോദ്യങ്ങൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഏരിയയിൽ നിന്നുള്ള ചോദ്യവും നിങ്ങളൊന്ന് പരിചയപ്പെടും. ഏത് രീതിയിലാണ്, ഏത് പാറ്റേണിലാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ 60 മിനിറ്റ് കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു 70, 75, 80 ശതമാനം മാർക്കെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും. നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടാനും സാധിക്കും. ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു ടയർ 1. പിന്നെ ടയർ 2 ഉണ്ട്. അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടയർ 2ലേക്ക് വരും. ടയർ 2ൽ വരുമ്പോൾ നമുക്ക് ഇതേ സാധനം തന്നെ അവിടെയുള്ളത്. മാത്സ് ഉണ്ട്, റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പറിൽ മാറ്റമാണ്. നേരത്തെ 25 ഉള്ളത് ഇവിടെ 30, 60 ചോദ്യമാണ്. ഒന്നിന് 3 മാർക്ക് വീതം 150 മാർക്കാണ്. ഇതിന് മാത്രം 1 മണിക്കൂറാണ്. 60 ചോദ്യങ്ങൾക്ക് 60 മിനിറ്റായി ഇവിടെ. നേരത്തെ 100 ചോദ്യത്തിന് 60 മിനിറ്റാണ്. ഇവിടെ എത്തുമ്പോൾ 60 ചോദ്യത്തിന് 60 മിനിറ്റായി. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ നോക്കുക, ഇംഗ്ലീഷും ഉണ്ട്, പിന്നെ ജികെ ഉണ്ട്. രണ്ടിലും ഒന്ന് ഇംഗ്ലീഷ് 40 ചോദ്യം, മറ്റത് 20 ചോദ്യം. അങ്ങനെ 60 എണ്ണത്തിന് 3 മാർക്ക് വീതം 150 മാർക്കാണ്. ഇതിനും 1 മണിക്കൂറാണ്. 1 അവർ ഫോർ ഈച്ച് സെക്ഷനാണ്. അപ്പോൾ ഈ 60 ചോദ്യങ്ങൾക്ക് ഓരോന്നിനും 60 മിനിറ്റാണ്. പിന്നെ അതിൻ്റെ അഡീഷണൽ ആയിട്ട് ഒരു 15 ചോദ്യം കമ്പ്യൂട്ടർ ബേസ് ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അതിനൊരു 15 മിനിറ്റ് കിട്ടും. 3 മാർക്കാണ്, 45 മാർക്ക് വരും. അപ്പോൾ ഇതാണ് ടയർ 2 ടയർ 2ൻ്റെ പാറ്റേൺ, ക്വസ്റ്റ്യൻ പാറ്റേൺ ഈ രീതിയിലാണ് വരിക. അപ്പോൾ ഇതിന് നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ഒരു വർഷം എന്തായാലും ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പഠിക്കണം. കുറേ സമയം ഇതിനു വേണ്ടി നമ്മൾ ചെലവാക്കും. ഒരു 4, 5 മണിക്കൂർ ഒരു ദിവസം ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും കിട്ടും. അല്ലാതെ വെറുതെ പരീക്ഷയ്ക്ക് അപേക്ഷ വിളിക്കുമ്പോൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നു, പരീക്ഷ എഴുതുന്നു, അതിനെക്കൊണ്ട് കാര്യമില്ല. എന്നിട്ട് എല്ലാവരും പറയും പരീക്ഷ എഴുതി ഭയങ്കര കടുപ്പാണ്, പരീക്ഷ എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ഒരു 20 ചോദ്യം എഴുതുമ്പോൾ തന്നെ സമയം കഴിഞ്ഞു പോയി, ഒന്നും കിട്ടുന്നില്ല, ഇതെന്ത് പരീക്ഷയാണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ അതിൻ്റെ പിന്നിൽ കുറേ നമ്മൾ അധ്വാനിക്കണം. അങ്ങനെയാണെങ്കിൽ കിട്ടും. പിന്നെ എല്ലാത്തിനും ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും, സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. കാരണം ഇപ്പം മിക്കവാറും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എല്ലാ തസ്തികകളിലേക്കും സ്കിൽ ടെസ്റ്റ്, അത് നിങ്ങളുടെ സ്പീഡാണ് നോക്കുന്നത്. അപ്പോൾ 10 വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ചില ആളുകൾ കാണാം 5 വിരൽ മാത്രമേ, ഇതൊക്കെ വലത്തെ കൈയിൽ 5 വിരൽ മാത്രമേ ഉപയോഗിക്കൂ, ഇടത്തെ കൈ ഉപയോഗിക്കില്ല. അങ്ങനെയാകുമ്പോൾ സ്പീഡ് കിട്ടൂല. അപ്പോൾ 2 കൈകളും 10 വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ടൈപ്പ് സ്വന്തമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ലാപ്ടോപ്പെല്ലാം ഉണ്ടാവും. ഇനി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെന്ററിൽ പോയിട്ട് ഒന്ന് പ്രാക്ടീസ് ആക്കിയാൽ മതി. ഒരു മാസം 2 മാസം പോയിട്ട് ഒന്ന് പ്രാക്ടീസ് ആക്കിയാൽ തന്നെ ടൈപ്പിംഗ് സ്പീഡ് വരും. അപ്പോൾ ആ ടൈപ്പിംഗ് സ്പീഡും കൂടി അതാണ് ഒരു സ്കിൽ ടെസ്റ്റ് ഉള്ളത്. ആ ഒരു സ്കിൽ ടെസ്റ്റും കൂടി ഉണ്ടെങ്കിൽ അതിലും ഒരു മിനിമം മാർക്ക് ഉണ്ടായി തന്നെ നമുക്കത് ക്വാളിഫൈഡ് ആവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് കൃത്യമായ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമുക്ക് വേണം. അതാണ് നമുക്കില്ലാത്തത്. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ പിന്നെ കേന്ദ്ര ഗവൺമെൻറ് സർവീസിലേക്ക് എത്താത്തത്. നമ്മളൊരു ഈസി വാക്ക് ഓവറിൽ പോയിട്ട് പരീക്ഷ ചെയ്താൽ ഞാൻ ആദ്യമേ പറയണം, അങ്ങനെ പോയിട്ട് പരീക്ഷ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് പരീക്ഷേനെ ഒന്ന് പരിചയപ്പെടാം, അത്രയേ ഉള്ളൂ. അപ്പോൾ കൃത്യമായ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി രാവിലെയും രാത്രിയൊക്കെ ഒരു 2 3 മണിക്കൂർ നിങ്ങളിങ്ങനെ ചിലവാക്കുക. അതിന് വേണ്ടിയിട്ട് കുറേ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കുറേ പഠിക്കുക. സാധാരണ ഇപ്പോൾ യൂട്യൂബിൽ ഇഷ്ടംപോലെ സാധനം കിട്ടുന്നുണ്ട്. ഓൺലൈൻ കോച്ചിങ്ങുകളുണ്ട്. നിങ്ങൾക്ക് കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ്ങുകൾക്ക് ഉപയോഗപ്പെടുത്താൻ ഇഷ്ടംപോലെ റാങ്ക് ഫയലുകൾ അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ട് കയറിയാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ റാങ്ക് ഫയൽ കിട്ടും. ഒന്ന് പിന്നെ പേയ്മെൻറ്റ് ആയിക്കഴിഞ്ഞാൽ 2 3 ദിവസം കൊണ്ട് വീട്ടിലെത്തും. ഏത് കമ്പനീൻ്റെ
റാങ്ക് ഫയൽ വേണമെങ്കിൽ അവൈലബിൾ ആണ്. അപ്പോൾ കൃത്യമായൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും. റാങ്ക് ഫയലുകൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് സ്ഥിരമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഒരു കൊല്ലം നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ടൈമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 10ാം ക്ലാസ്സുകാർക്ക് എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് MTS, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. 18 വയസ്സ് 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും മൾട്ടി സ്റ്റാഫ് ഉണ്ടാവും. ഇത് 10ാം ക്ലാസ് ലെവലിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാകുക. ഇതിൻ്റെ എക്സാം പാറ്റേൺ മനസ്സിലാക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞത് CHSLൻ്റെത് +2 ലെവലാണ്. ഇപ്പോൾ MTSൻ്റെത് 10ാം ക്ലാസ് ലെവലാണ്. ഇതിന് ചെറിയൊരു വ്യത്യാസം. എക്സാം പാറ്റേണിൽ വ്യത്യാസം. ഹലോ, ഓഡിയോ കിട്ടുന്നുണ്ടോ? 1 മിനിറ്റ് ആയിട്ട് ബ്രേക്കാണ്. 2 മിനിറ്റ് 2 മിനിറ്റ് മുമ്പുള്ള ഓക്കെ ആണല്ലേ. ഇടയ്ക്ക് കട്ടായതായിട്ട് കാണിച്ചു. അപ്പോൾ എൻ്റെ ഇത് സ്ക്രീന് കാണുന്നുണ്ടോ? സ്ക്രീൻ ആളെയാണ് കാണുന്നത്. സ്ക്രീന് കട്ടായിട്ടുണ്ടല്ലോ. തൊട്ട് മുമ്പ് പറഞ്ഞ 2 മിനിറ്റ് ഉള്ളത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. താങ്ക് യു. ഇപ്പം സ്ക്രീന് കാണുന്നുണ്ടോ? കാണാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പൊ SSC GD കോൺസ്റ്റബിൾ കാണുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ആളെയാണ് കാണുന്നത്. അല്ല, ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ട്. വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. സ്ക്രീന് മാറുന്നുണ്ടല്ലോ അല്ലേ? മാറുന്നുണ്ട്. അത് ഫുൾ സ്ക്രീൻ ആക്കിയാൽ മതി. ഫുൾ സ്ക്രീനിലേക്ക് വരണം അല്ലേ? ഇപ്പം കാണുന്നുണ്ട്. ഫുൾ സ്ക്രീനിലേക്ക് വരട്ടെ. ഇപ്പൊ ഫുൾ സ്ക്രീൻ ആയില്ല? ഓക്കെ. ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ പ്രോബ്ലം വരുമ്പോൾ ഒന്ന് ഉണർത്തണേ. ഇവിടെ 34th സ്ലൈഡാണ് സർ. ഓക്കെ. യെസ്. അപ്പോൾ നമ്മൾ SSC GD കോൺസ്റ്റബിൾ, അതായത് ഗ്രൗണ്ട് ഡ്യൂട്ടി കോൺസ്റ്റബിൾ, 10ാം ക്ലാസ്സുകാർക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ്. ധാരാളം പാരാമിലിറ്ററി ഫോഴ്സുകളുണ്ട്. CISF ഉണ്ട്, CRPF ഉണ്ട്, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കാവൽ നിൽക്കുന്നവരാണ് BSFകാർ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. അതുപോലെ തന്നെ ഇന്ത്യ ചൈന അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ITBP ഉണ്ട്, ഇന്തോ തിബറ്റൻ ബോർഡർ പോലീസ് ഉണ്ട്. പിന്നെ SSB ഉണ്ട്, സശസ്ത്ര സീമാ ബൽ. അപ്പോൾ അങ്ങനെയുള്ള കുറേ പാരാമിലിറ്ററി ഫോഴ്സിലേക്ക് കോൺസ്റ്റബിൾ ആവാനുള്ള യോഗ്യത 10ാം ക്ലാസ് ആണ്. അപ്പോൾ 10ാം ക്ലാസ് ലെവലിലുള്ള ചോദ്യങ്ങളാണ് വരിക. 18 വയസ്സായിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാം. ഈ വർഷത്തത് ഒരു നവംബർ ഡിസംബറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 1 ലക്ഷത്തോളം ഒഴിവുകളിലേക്കാണ് അപേക്ഷ വിളിക്കാൻ പോകുന്നത്. താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ GD കോൺസ്റ്റബിളിൻ്റെ റാങ്ക് ഫയൽ വാങ്ങുക, പഠനം തുടങ്ങുക. എന്തായാലും കിട്ടും. ഇതിപ്പോൾ കഴിഞ്ഞ വർഷം 2024 2025 എന്നാണ് പറയാം, 2024 കഴിഞ്ഞ വർഷത്തെ ഒഴിവാണ്. 39,000 ചില്ലറ ഒഴിവുകളിലേക്കാണ് വിളിച്ചത്. ഇനി ഈ വർഷം അത് ഏകദേശം 1 ലക്ഷത്തോളം ഒഴിവുകളിലേക്ക് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കുക. ജനറൽ ഇൻ്റലിജൻസ്, മെൻ്റൽ എബിലിറ്റി എന്നുള്ള സാധനം തന്നെയാണ്. 20 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 2 മാർക്ക് വീതം 40 മാർക്ക്. പിന്നെ ജനറൽ നോളജ്, GK, ഞാൻ പറഞ്ഞ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ജോഗ്രഫി, സയൻസ് എല്ലാം വരും അതിനകത്ത്. അപ്പോൾ എല്ലാ ഏരിയയും പഠിക്കണം. പ്രത്യേകിച്ച് ഇന്ത്യൻ ഹിസ്റ്ററി, ഏൻഷ്യൻ്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, എല്ലാ ചരിത്രവും പഠിക്കണം. എക്കണോമിക്സ് വേണം, ഇന്ത്യൻ ജോഗ്രഫി വേണം അല്ലേ? എക്കണോമിക്സിൽ തന്നെ മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, അങ്ങനെയുള്ള കുറേ സംഗതികളുണ്ട്. പിന്നെ എലിമെൻ്ററി മാത്തമാറ്റിക്സ്, ഒരു ബേസിക് SSLCയിലുള്ള മാത്സ്, പിന്നെ ഇംഗ്ലീഷ്. അപ്പോൾ ഇത്ര 60 ചോദ്യങ്ങൾ 60 മിനിറ്റ്. ക്വസ്റ്റ്യൻ പാറ്റേണിൽ ചെറിയ വ്യത്യാസം. CHSL നേരത്തെ നമ്മൾ 100 ചോദ്യം 60 മിനിറ്റാണ്. ഇവിടെ 60 ചോദ്യത്തിന് 60 മിനിറ്റാണ്, 1 മണിക്കൂറാണ്. അപ്പോൾ ഒരു ചോദ്യത്തിന് ചുരുങ്ങിയത് ഒരു മിനിറ്റ് എന്തായാലും കിട്ടും ശരാശരി.
അപ്പോൾ ചെറിയ ചെറിയ ഓരോ പിന്നെ യോഗ്യതക്കനുസരിച്ച് ക്വസ്റ്റ്യൻ പാറ്റേണിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതിനുവേണ്ടി ഉള്ള പ്രിപ്പറേഷൻ നടത്തണം. പിന്നെ ഇതിൽ കാര്യമായിട്ട് വരുന്ന ഒരു റിട്ടൺ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. ഫിസിക്കൽ ടെസ്റ്റിൽ നോക്കേണ്ടത് പിന്നെ ആൺകുട്ടികളാണെങ്കിൽ 24 മിനിറ്റ് കൊണ്ട് 5 കിലോമീറ്റർ ഓടിയെത്തണം. ഓട്ടമാണ്, റേസാണ്. അത് പെൺകുട്ടികളാണെങ്കിൽ 8.5 മിനിറ്റ് കൊണ്ട് 1.6 കിലോമീറ്റർ ഓടിയെത്തണം. ഇതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഓട്ടം ശീലിക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് ഓടുന്ന ഒരു ശീലം ഉണ്ടാവണം ഈ പോസ്റ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ. ആകെ ഒരു 5 കിലോമീറ്റർ ഓട്ടം മാത്രമേ വേണ്ടൂ. 24 മിനിറ്റ് കൊണ്ട് ഓടിയെത്തിയാൽ മതി. പെൺകുട്ടികളാണെങ്കിൽ 1.6 കിലോമീറ്റർ ഇൻ 8.5 മിനിറ്റ്സ്, അല്ല 8.5 മിനിറ്റ് കൊണ്ട് ഓടിയെത്താം. 1.6 കിലോമീറ്റർ. അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇത് ലക്ഷ്യം വെക്കുന്ന കുട്ടികളാണെങ്കിൽ വേറെ ഒന്നുമില്ല, ഫിസിക്കൽ ടെസ്റ്റിൽ ഇത് മാത്രമേ, ഈ ഓട്ടം മാത്രമേ. ഈ റിട്ടൺ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഈ ഓട്ടത്തിൻ്റെ ടെസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ഷനായി. പിന്നെ അതിൽ ഇതുണ്ടാവും, ഹൈറ്റ്, ചെസ്റ്റ്, വെയിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. ഫിസിക്കൽ മെഷർമെൻറ്റ് ക്ലിയർ ആയിരിക്കണം. ഹൈറ്റ് അതൊക്കെ നോട്ടിഫിക്കേഷനിൽ കാണിക്കും. ഹൈറ്റ് എത്ര വേണം, ചെസ്റ്റ് എത്ര വേണം, പെൺകുട്ടികളാണെങ്കിൽ ഹൈറ്റ് എത്ര വേണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹൈറ്റ്, വെയിറ്റ് കാര്യങ്ങളൊക്കെ നോക്കണം. അത് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ, ജനറൽ ആണെങ്കിൽ, ഒ ബി സി ആണെങ്കിൽ, എസ് സി ആണെങ്കിൽ 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. 80 മുതൽ 85 വരെ ചെസ്റ്റ് അളവുണ്ടാവും. അത് റണ്ണിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൽ. അത് എസ് ടി ആണെങ്കിൽ ചെറിയ ഇളവുണ്ട്. പെൺകുട്ടികളാണെങ്കിൽ കണ്ടില്ല, 170 എന്നുള്ളത് 157 ഹൈറ്റ് ഉണ്ടായാൽ മതി സെൻറ്റിമീറ്റർ. ചെസ്റ്റ് അളവ് അവർക്ക് അത് ആവശ്യമില്ല. പിന്നെ ഓട്ടം, നേരത്തെ പറഞ്ഞ 1.6 കിലോമീറ്റർ ഓട്ടം. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതായിരിക്കും അധികം വരുന്നുണ്ട്. ആൺകുട്ടികളാണെങ്കിൽ 170 സെൻറ്റിമീറ്റർ വേണം. ചെസ്റ്റ് 80 ഉണ്ടാവണം. 85 വരെ അത് വികസിപ്പിക്കാൻ പറ്റണം. പെൺകുട്ടികളാണെങ്കിൽ 157 ആണ് ഉയരം ഉണ്ടായിരിക്കേണ്ടത്. ചെസ്റ്റ് അവർക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ രീതിയിൽ ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ലെവലിൽ നിങ്ങൾ പിന്നെ എലിജിബിൾ ആണെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ സാർ ഇപ്പൊ കേൾക്കുന്നില്ലല്ലോ. പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങുക. സാർ ഓഡിയോ ബ്രേക്ക് ഓണാണുള്ളത്. ആവുന്നുണ്ട്. കേൾക്കുന്നില്ല. ബ്രേക്ക് ആവുന്നുണ്ട് സൗണ്ട്. ബ്രേക്ക് ആയിട്ടുണ്ട്. ബ്രേക്ക് ആയിട്ടുണ്ട്. നെറ്റ് കട്ടായിട്ടൊന്നുമില്ല. ഉണ്ട്. ആ ഇപ്പോൾ ഓക്കെ ആണോ? ഓഡിയോ വീഡിയോ ഓക്കെ അല്ല? ഓക്കെയാണ്. ഓക്കെ. കാണുന്നുണ്ടല്ലോ അവിടെ ഷെയറിങ് അവിടെ പോയി. കുഴപ്പമില്ല, കാണുന്നുണ്ട്. CGL കാണുന്നില്ല? കാണുന്നുണ്ട്. ആ ഓക്കെ. സ്ലൈഡ് കാണുന്നുണ്ട്. കാണാം. ആ ഓക്കെ. വടക്കൊന്ന് നിങ്ങൾ പ്രതികരിക്കണേ. ഓക്കെ. അപ്പോൾ ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ് CGL, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. അപ്പോൾ ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഒന്ന് കൊടുത്തിട്ട് എഴുതി നോക്കാം, അതിൻ്റെ ഒരു മെത്തേഡ് മനസ്സിലാക്കാൻ വേണ്ടി. എന്നിട്ട് അടുത്ത വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് സീരിയസ് ആയിട്ടൊന്ന് നോക്കാം. ഇതുവരെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നും ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ, നേരത്തെ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഫൈനൽ ഇയർ റിസൾട്ട് വന്നവരാണെങ്കിൽ ജസ്റ്റ് ഇതിപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. CGL, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ്. UPSC നടത്തുന്ന പിന്നെ സിവിൽ സർവീസ് പരീക്ഷ കഴിഞ്ഞാൽ ഒരു മിനി സിവിൽ സർവീസ് പരീക്ഷ എന്നാണ് CGL പോസ്റ്റിനെ അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15,000-ഓളം ഒഴിവുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. വ്യത്യസ്തമായിട്ടുള്ള നിരവധി പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ കാണിച്ചിട്ടുണ്ട് 14,582 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഈ മാസം നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ വിളിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, 9-ാം തീയതി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ജൂലൈ 4 വരെ അപേക്ഷിക്കാവുന്നതാണ്. അവസാന ദിവസത്തേക്ക് കാത്തു നിൽക്കരുത്, കാരണം സൈറ്റ് ജാമാവും, ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പിന്നെ കണ്ടില്ല, ടെൻഡേറ്റീവ് ഡേറ്റ് ടയർ 1 ആഗസ്റ്റ് 13 മുതൽ ആഗസ്റ്റ് 30 വരെ. അപ്പോൾ ജൂലൈ 4 അപേക്ഷ കൊടുത്ത് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ആ പിറ്റേത്തെ മാസം ആഗസ്റ്റിൽ പരീക്ഷയാണ്. അപ്പോൾ അപേക്ഷ കൊടുത്തിട്ട് പഠിക്കാനിരുന്ന സംഗതി നടക്കില്ല, ഒരു മാസം പോലും ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. പിന്നെ ആഗസ്റ്റിൽ പരീക്ഷ കഴിഞ്ഞാൽ മിക്കവാറും
ഒരു ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ആകുമ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് വരും 2 മാസം കൊണ്ട്. അപ്പോൾ ഒക്ടോബറിൽ വന്നു കഴിഞ്ഞാൽ നവംബർ, ഡിസംബറിൽ 2 മാസം കഴിഞ്ഞാൽ ടയർ 2 ആണ്. അപ്പോൾ ടയർ 1നും ടയർ 2നൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറെടുപ്പുകൾ നടത്തണം. പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ സമയമില്ല. അപ്പോൾ ഡിസംബറിൽ പരീക്ഷ നടത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു ജനുവരി, ഫെബ്രുവരി, എന്തായാലും ഒരു മാർച്ച് ആകുമ്പോഴേക്ക് അതിൻ്റെ റിസൾട്ട് വരും, റാങ്ക് ലിസ്റ്റ് വരും. 2-3 മാസത്തിൻ്റെ ഉള്ളിൽ റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു മാർച്ചിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഒരു ഏപ്രിൽ, മെയ്, ജൂൺ ആകുമ്പോഴേക്ക്, അതായത് അടുത്ത ഒരു 3-4 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ പ്രക്രിയ പൂർത്തിയായി. 2026 പിന്നെ വീണ്ടും പുതിയ നോട്ടിഫിക്കേഷൻ വരികയാണ്. അപ്പോൾ 14,582 ഒഴിവുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ എത്ര ആളാണ് ഉണ്ടാകുക? 14,582 ആളെ റാങ്ക് ലിസ്റ്റാണ് ഇടുക. അതിൽ കൂടുതൽ ആളെ റാങ്ക് ലിസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ വരുന്ന ആളുകൾക്കെല്ലാം ജോലി ഉറപ്പാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതാണ് ഇതിൻ്റെ രീതി. അപ്പോൾ ഈ പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങുക. അപ്പോൾ എത്ര പോസ്റ്റ് ഉണ്ട് നമ്മൾ മനസ്സിലായി. അതിൻ്റെ പരീക്ഷ ഡേറ്റ് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഏജ് ലിമിറ്റ് നമുക്കറിയാം. ഇതിന് 30 വയസ്സ്. CGL ആണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ 27 അല്ല, 30 വയസ്സ് അല്ലെങ്കിൽ 31 വയസ്സ്, ചില 32 വയസ്സ് വരെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഓരോ പോസ്റ്റിൻ്റെ നോക്കിയിട്ട് മനസ്സിലാക്കണം. പിന്നെ സാലറി ഏകദേശം 1 ലക്ഷത്തിനടുത്താണ് പല സ്കെയിലിൻ്റെയും പല പോസ്റ്റിൻ്റെയും ശമ്പളം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു 5-6 വർഷം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് ശമ്പളം എത്താൻ സാധ്യതയുള്ള നിരവധി പോസ്റ്റുകൾ ഇതിനകത്തുണ്ട്. ഏറ്റവും പിന്നെ ഹൈ ലെവലിലുള്ള പോസ്റ്റുകൾ നോക്കുക നിങ്ങൾ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് പോസ്റ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന 17 പോസ്റ്റുകൾ. എന്ന് പറഞ്ഞാൽ 44,900-ലാണ് നിങ്ങളുടെ ബേസിക് സാലറി തുടങ്ങുന്നത്. ഏകദേശം 1 ലക്ഷത്തിനടുത്ത് നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഉൾപ്പെടെ 1 ലക്ഷത്തിനടുത്ത് പിന്നെ ശമ്പളം ഉണ്ടാവും, ടോട്ടൽ ശമ്പളം. നോക്കുക, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ് സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസിൽ. അതുപോലെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോയിൽ, പിന്നെ മിനിസ്ട്രി ഓഫ് റെയിൽവേയിൽ, എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോറിൻ അഫയേഴ്സ്, വിദേശകാര്യ വകുപ്പിൽ, ആംഡ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സിൽ, ഇവിടെയൊക്കെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആവാം. പിന്നെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ട്, ഇൻകം ടാക്സിൽ ഇൻസ്പെക്ടർ, സെൻട്രൽ എക്സൈസിൽ ഇൻസ്പെക്ടർ, അറിയില്ലേ, കസ്റ്റംസിൽ പ്രിവെൻറ്റീവ് ഓഫീസർ, എക്സാമിനർ, ED വരുന്നു പരിശോധന നടത്തുന്നവർക്കല്ല, അതാണിത്. എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ, എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതാണ് ED, എൻഫോഴ്സ്മെൻറ്റ്. CBIയിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന, മമ്മൂട്ടിൻ്റെ പടം കണ്ടിട്ടുണ്ടാകും അല്ലേ, CBI ഡയറി കുറിപ്പ്. അത് കണ്ട എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് ഒരു CBI ഓഫീസറാണെന്നുള്ളത്. അപ്പോൾ CBIയിൽ ഇൻസ്പെക്ടർ ആവണമെങ്കിൽ ഈ പരീക്ഷയാണ് എഴുതേണ്ടത്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിൽ ഇൻസ്പെക്ടർ ഓഫ് പോസ്റ്റ്, സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്, അതിൽ ഇൻസ്പെക്ടർ ആവാം. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഓഫീസർ പോസ്റ്റിലേക്ക് വരുന്ന ലെവൽ 7 പേ സ്കെയിൽ കിട്ടുന്ന 1 ലക്ഷത്തിനടുത്ത് ശമ്പളം കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തികകളിലേക്കുള്ള പോസ്റ്റെല്ലാം CGL പരീക്ഷയാണ്. അപ്പോൾ CBI ആണെങ്കിലും ED ആണെങ്കിലും ഇതെല്ലാം CGL ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ്. നിങ്ങൾക്ക് ആദ്യം ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ഒരു 4-5 വർഷം കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഓഫീസറായിട്ട് പ്രൊമോഷൻ കിട്ടും. പിന്നെ ഒരു 4-5 വർഷം കഴിഞ്ഞാൽ അസിസ്റ്റന്റ് കമ്മീഷണറാവും, ഡെപ്യൂട്ടി കമ്മീഷണറാവും, ജോയിന്റ് കമ്മീഷൻ, അങ്ങനെ ടോപ്പ് ലെവലിലേക്ക് നിങ്ങൾക്ക് അസിസ്റ്റന്റ് കമ്മീഷണറൊക്കെ ആയിട്ട് സിവിൽ സർവീസിലൊക്കെ കഴിഞ്ഞിട്ട് IRS കിട്ടിയിട്ട് വരുന്ന ആളുകൾ അസിസ്റ്റന്റ് കമ്മീഷണർ പോസ്റ്റിലാണ് ആദ്യം വരിക. അപ്പോൾ ആ പദവിയിലൊക്കെയാണ് നിങ്ങൾ പിന്നീട് പ്രൊമോഷനിലൂടെ നിങ്ങൾ എത്തിച്ചത്. പിന്നെ അവസാനം കമ്മീഷണർ വരെ ആവും. കണ്ടില്ലേ? ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ, അതിൽ താരതമ്യേന വാക്കൻസി വളരെ കുറവായിരിക്കും. ഒരു 50-40 വേക്കൻസികളാണ് ഉണ്ടാകുക. ഇതും ശബ്ദം കേൾക്കാമോ? നമ്മുടെ നെറ്റ് ഉണ്ട്. നെറ്റ് ഇടക്ക് പുവർ കണക്ഷൻ ആയി പോകുന്നുണ്ട്. അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് കേട്ടോ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. ഇത് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇടക്കിടക്ക് നെറ്റ് സ്റ്റാബിൾ അല്ലാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. നെറ്റ് കട്ടായിട്ടൊന്നുമില്ല, ഓക്കെയാണ്. ഓക്കെ. അപ്പൊ ഇൻകം ടാക്സ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. പിന്നെ CGL വരുന്നതാണ് അസിസ്റ്റന്റ്
എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഇഡിയിൽ കോഴിക്കോട് മാത്രമേ അതിൻ്റെ ഓഫീസുള്ളൂ. പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മാത്രമേ ഓഫീസ് ഉണ്ടാവും. കുറഞ്ഞ ഒഴിവുകളേ ഉണ്ടാവും. പക്ഷെ പ്രധാനപ്പെട്ട പോസ്റ്റാണ് ഇഡി അല്ലേ. അതുപോലെ തന്നെ കസ്റ്റംസിൽ എക്സാമിനർ, കസ്റ്റംസിൽ പ്രിവെൻറ്റീവ് ഓഫീസർ എന്നൊക്കെയുള്ള പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതും സാധാരണഗതിയിൽ ഒരു 100 പോസ്റ്റ് 200 പോസ്റ്റൊക്കെയാണ് ഉണ്ടാകുക. അപ്പോൾ ഓരോ വർഷവും പിന്നെ അതിലിങ്ങനെ വ്യത്യാസങ്ങളുണ്ടാവും. ടോട്ടൽ പോസ്റ്റിൻ്റെ അനുസരിച്ചുള്ള വ്യത്യാസങ്ങളാണ്. പ്രിവെൻറ്റീവ് ഓഫീസർ ഇതും CGL തന്നെയാണ് വരുന്നത്. കസ്റ്റംസിൽ പ്രിവെൻറ്റീവ് ഓഫീസർ കുറച്ചും കൂടി ഒരു അധികം ഒഴിവുകൾ വരുന്ന ഒരു പോസ്റ്റാണിത്. സാധാരണ ഇതിൽ പോർട്ടുകളിലൊക്കെയാണ് ഉണ്ടാകുക. സീ പോർട്ടുകളിൽ ആണ് പ്രിവെൻറ്റീവ് ഓഫീസർമാരുണ്ടാകുക. ഒരു 250-300 ഒഴിവുകളൊക്കെ സാധാരണ ഇതിൽ വരാറുണ്ട്. പിന്നെ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ, നമ്മൾ GST അടക്കുന്നില്ലേ, CST GST ഒക്കെ അടക്കുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ, GST ഭവനിൽ അല്ലെങ്കിൽ സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഏറ്റവും കൂടുതൽ ഒഴിവ് വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ തന്നെ കാണുന്നില്ലെങ്കിൽ 2000, 1500, 2000, 2500 ഒഴിവുകളൊക്കെയാണ് ഓരോ വർഷവും ഉണ്ടാവാറുള്ളത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം. വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ് ഇൻസ്പെക്ടർ ഓഫ് സെൻട്രൽ എക്സൈസ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സൂപ്രണ്ടായിട്ട് നമുക്ക് പ്രൊമോഷൻ കിട്ടും. പിന്നെ അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട്, പിന്നെ അടുത്ത പ്രൊമോഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ, ജോയിന്റ് കമ്മീഷണർ, ഇങ്ങനെ ടോപ്പിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഇൻസ്പെക്ടർ ഓഫ് സെൻട്രൽ എക്സൈസ്. അപ്പോൾ നമുക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ അങ്ങനെ സെൻട്രൽ എക്സൈസിൽ കമ്മീഷണർ പോസ്റ്റിലേക്കൊക്കെ എത്താൻ പറ്റും. പിന്നെ പ്രധാനപ്പെട്ട പോസ്റ്റാണ് CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. നമുക്ക് അന്വേഷണ ത്വര നന്നായിട്ടുള്ള ആളുകളാണെങ്കിൽ, കുറ്റാന്വേഷണ ഗവേഷണ മേഖലകളിലേക്ക് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ CBIയിലേക്ക് വരാം. അതിൽ ഇൻസ്പെക്ടറായിട്ട് CGL പരീക്ഷ വഴി തന്നെയാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയാണ്. ഫോറൻസിക് സയൻസിൽ ഡിഗ്രി ഒന്നും ഇതിന് ആവശ്യമൊന്നുമില്ല. പല കുട്ടികളും അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. പത്രത്തിലൊക്കെ അങ്ങനെ പരസ്യങ്ങൾ വരാറുണ്ട്. ഫോറൻസിക് സയൻസിൽ ഡിഗ്രി ഉണ്ടെങ്കിലാണ് CBIയിലും പോലീസിലൊക്കെ വരാൻ പറ്റുമെന്നുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഏത് ഡിഗ്രി ഉണ്ടെങ്കിലും ഇതിലേക്കൊക്കെ വരാൻ സാധിക്കും. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ എന്താണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ അല്ലേ, ഒരു ASO പിന്നെ ഗ്രേഡ് പേ കൂടിയ സെക്ഷൻ ഓഫീസറായി മാറുന്നു. പിന്നെ അടുത്ത ഗ്രേഡ് പേ കൂടിയ സെക്ഷൻ ഓഫീസറായി, പിന്നെ അണ്ടർ സെക്രട്ടറിയായി, ഡെപ്യൂട്ടി സെക്രട്ടറിയായി. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർ പോസ്റ്റിലേക്ക് വരെ പിന്നെ പ്രൊമോഷൻ കിട്ടുന്ന ഒരു തസ്തികയാണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ. മിക്കവാറും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ASO പോസ്റ്റ് ഉണ്ടാവും, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഉണ്ടാവും. അപ്പോൾ ഒരു പിന്നെ ഡെപ്യൂട്ടി സെക്രട്ടറി അങ്ങനെ ഡയറക്ടർ പോസ്റ്റിലേക്ക് വരെ എത്താൻ പറ്റുന്നതാണ്. അത് മിക്കവാറും ഡൽഹി ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ പോസ്റ്റിംഗ് ഒക്കെ ഉണ്ടാകുക. അത് നിങ്ങൾക്ക് എക്സ്റ്റേണൽ അഫയേഴ്സ് ഫോറിൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് കിട്ടുന്നതെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. വിദേശ രാജ്യങ്ങളിലെ എംബസികളിൽ നമുക്ക് പിന്നെ ASO ആയിട്ടൊക്കെ പോകാനുള്ള അവസരങ്ങൾ വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ അതിനനുസരിച്ചിട്ടായിരിക്കും വരിക. പിന്നെ അതേപോലെ തന്നെ അടുത്ത നമ്മൾ നേരത്തെ പേ ലെവൽ 7 ആണ് പറഞ്ഞത്. പേ ലെവൽ 6ൽ വരുന്ന പോസ്റ്റുകളാണ് ഇതൊക്കെ. 35,400 തുടങ്ങിയിട്ട് 1,12,400 അവസാനിക്കുന്ന പേ സ്കെയിലാണെങ്കിൽ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ്, ഡിവിഷണൽ അക്കൗണ്ടന്റ്, സബ് ഇൻസ്പെക്ടർ, NIA സബ് ഇൻസ്പെക്ടർ ഈ ഇതിലാണ് വരുന്നത്. പിന്നെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ. ഇതിൽ മാത്രമാണ് ഒരു പിന്നെ യോഗ്യതയിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത്. ഈ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ് ഒക്കെ പഠിച്ച ആളുകൾക്കാണ് അവസരങ്ങൾ. മറ്റുള്ളത് ഏത് പോസ്റ്റിലേക്കും ഏത് ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കും അതിലേക്കൊക്കെ വരാൻ പറ്റും. നല്ല അക്കൗണ്ടിങ്ങിലൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്നുള്ള പോസ്റ്റിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടാവും. നമുക്കറിയാം ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ ഡിവിഷണൽ അക്കൗണ്ടന്റ്മാരാണ്. CAG-യിലാണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ് അല്ലേ CAG. അപ്പോൾ CAG-ൻ്റെ കീഴിലാണ് നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ NIA സബ് ഇൻസ്പെക്ടർ ആവണമെങ്കിൽ പേ ലെവൽ 6ലാണ് അത് വരുന്നത് NIA. അപ്പോൾ നല്ല ഇൻവെസ്റ്റിഗേഷൻ, നമുക്കറിയാം രാജ്യദ്രോഹ കുറ്റങ്ങളൊക്കെ അന്വേഷിക്കുന്നത് NIA ആണ്. അപ്പോൾ അങ്ങനത്തെ പിന്നെ വളരെ പ്രധാനപ്പെട്ട കേസുകളൊക്കെ അന്വേഷിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് NIA വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇൻസ്പെക്ടറായിട്ടും പിന്നെ ഡെപ്യൂട്ടി സൂപ്രണ്ടൊക്കെ ആയിട്ട് വരാം. പിന്നെ NIA അതേപോലെ തന്നെ CBI ഇങ്ങനത്തെ പോസ്റ്റിലൊക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട, അവർക്ക് പോലീസിൽ ഉണ്ടാകുന്ന എല്ലാ പരിശീലനങ്ങളും പരീക്ഷയ്ക്ക് ശേഷം, അതായത് അവർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സെലക്ട് ചെയ്തതിന് ശേഷം പോലീസ് തലത്തിലുള്ള എല്ലാ വിധത്തിലുള്ള പരിശീലനങ്ങളും അവർക്കുണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള ആളുകൾക്കൊക്കെ അതിലേക്ക് വരാം. പിന്നെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഡിഗ്രിയൊക്കെ എടുത്ത ആളുകളാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യാനുള്ള മോർ ചാൻസസ് ടു ഗെറ്റ് ജോബ് ഇൻ ഹോം സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ, കേരളത്തിൽ തന്നെ ജോലി കിട്ടാം, അതാത് സ്റ്റേറ്റിൽ തന്നെ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണിത്. സാധാരണ അതിലൊരു 300, 250 ഒഴിവുകളൊക്കെ ഓരോ വർഷവും ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതിന് മാത്രമാണ് ക്വാളിഫിക്കേഷനിൽ വ്യത്യാസം. ബാച്ചലർ ഡിഗ്രി ഇൻ എനി സബ്ജക്ട് ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടില്ല,
ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ആണെങ്കിൽ ഒന്നിക്കെ നിങ്ങൾ +2 മാത്സ് പഠിച്ചിരിക്കണം. പിന്നെ ഏത് ഡിഗ്രി ആയാലും പ്രശ്നമില്ല. അതല്ലെങ്കിൽ പിന്നെ ഡിഗ്രിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന ആൾക്കാണ് കുറച്ചുകൂടി നല്ലത്. കാരണം അതിന് സ്റ്റാറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യേക പേപ്പറൊക്കെ ഇതിനകത്തുണ്ട്. നമ്മൾ നേരത്തെ പേപ്പർ ടയർ 2ൽ പറയുന്ന സമയത്ത് അവർക്ക് ടയർ 2ൽ സ്റ്റാറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു പേപ്പർ കൂടി വരുന്നുണ്ട്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ. ഈ 2 പോസ്റ്റിലേക്ക് മാത്രമാണ് സ്റ്റാറ്റിയായിട്ട് ബന്ധപ്പെട്ടത് വരുന്നത്. ബാക്കി എല്ലാ പോസ്റ്റിലേക്കും എനി ഡിഗ്രിയാണ്. ഏത് വിഷയത്തിൽ ഡിഗ്രി എടുത്ത ആൾക്ക് വരാം. ഇപ്പോൾ കൊമേഴ്സുകാർക്കൊക്കെ തിളങ്ങാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഓഡിറ്റർ. ഡിവിഷണൽ അക്കൗണ്ടന്റ് പോലെ തന്നെ ഓഡിറ്റർ, അക്കൗണ്ടന്റ് ഇങ്ങനെയുള്ള കുറേ പോസ്റ്റുകൾ വരുന്നുണ്ട്. ഡയറക്റ്റ് ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, ഇൻഡയറക്റ്റ് ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, ഇതിലൊക്കെ അവർക്ക് ഓഡിറ്ററായിട്ട്, അക്കൗണ്ടൻ്റായിട്ട് അങ്ങനെയൊക്കെ ഉള്ള പോസ്റ്റിലേക്ക് വരാം. അല്ലേ? അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയുള്ള അതുപോലെ ഡിഫൻസ് അക്കൗണ്ട്, CGDA ഡിഫൻസ് അക്കൗണ്ടന്റിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള സീനിയർ ഓഡിറ്ററായിട്ട് അങ്ങനെയുള്ള ടോപ്പ് പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് എത്താൻ പറ്റും. കണ്ടില്ലേ, ഇതിൻ്റെ വേക്കൻസീസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്ന ഒരു പോസ്റ്റാണ് ഓഡിറ്റർ. ഏകദേശം 3000 ഒഴിവുകളൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തേതാണ് ഞാനിവിടെ എണ്ണം കൊടുത്തത്. പിന്നെ അതേപോലെ തന്നെ ഈ വർഷം ഏതായാലും 2000, 2500 ഒഴിവുകളൊക്കെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പം ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരുന്ന ഒരു മേഖലയാണ് ഈ ഓഡിറ്റർ എന്നുള്ള പോസ്റ്റ്. എല്ലാ കണക്കും കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടവരാണ്. പിന്നെ അതേപോലെ തന്നെ പലപ്പോഴും ചിലപ്പോൾ നമുക്ക് പിന്നെ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരു എയർപോർട്ടിൽ, ഒരു മംഗലാപുരം എയർപോർട്ടിലാണ് ഒരു മാസം ജോലിയെങ്കിൽ ചിലപ്പോൾ അടുത്തത് നമുക്ക് ചിലപ്പോൾ മട്ടന്നൂർ, കണ്ണൂർ എയർപോർട്ടിലായിരിക്കും. അപ്പോൾ പല സ്ഥലത്തുള്ള കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ജോബ്. അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾ, പല സ്ഥലങ്ങളും പോകാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ പറ്റിയൊരു ജോലിയാണ്. പിന്നെ ധാരാളം ഒഴിവുകൾ വരുന്നതാണ്. പ്രത്യേകിച്ച് എക്കണോമിക്സ്, കൊമേഴ്സ്, BCom ഒക്കെ എടുത്ത ആളുകളാകുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് അവർക്ക് ഈ ഒരു പിന്നെ ജോലിയിലൊക്കെ തിളങ്ങാൻ സാധിക്കും. ഓക്കെ. അതുപോലെ തന്നെ അക്കൗണ്ടന്റ്, CGA കൺട്രോളർ ജനറൽ ഓഫ് അല്ല, അതിനകത്തുള്ള CGAയിൽ വരുന്ന അക്കൗണ്ടന്റ് പോസ്റ്റ് അത് വേറെ തന്നെ ഉണ്ട്. ഏകദേശം ഒരു 600ഓളം 500-600 ഒഴിവുകളൊക്കെ ആ മേഖലയൊക്കെ വരാറുണ്ട്. അപ്പോൾ പെൻഷനായിട്ട് ബന്ധപ്പെട്ട മാറ്റേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു ഓഫീസ് ജോബൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലേക്കൊക്കെ വരാം. പിന്നെ CGL തന്നെ ലെവൽ 4 ഉണ്ട്. 25,500 മുതൽ തുടങ്ങുന്ന 81,100 വരെ വരുന്ന ശമ്പള സ്കെയിൽ വരുന്ന പോസ്റ്റുകളാണ് ഇതൊക്കെ. ടാക്സ് അസിസ്റ്റന്റ്, പിന്നെ നാർക്കോട്ടിക്സിൽ സബ് ഇൻസ്പെക്ടർ, ഇങ്ങനെയുള്ള കുറേ പോസ്റ്റുകൾ. അപ്പം ഇതാണ് CGLിലുള്ള പ്രധാനപ്പെട്ട പോസ്റ്റുകളെ കുറിച്ചാണ് പരിചയപ്പെടുത്തിയത്. ശമ്പള സ്കെയിൽ എന്തായാലും 1 ലക്ഷത്തിനടുത്തൊക്കെ ശമ്പളം വരുന്ന തസ്തികകൾ ഇതിനകത്തുണ്ട്. പിന്നെ ഓരോ പോസ്റ്റ് അനുസരിച്ചുള്ള ശമ്പളത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ പാറ്റേൺ, എക്സാം പാറ്റേൺ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നേരത്തെ നമ്മൾ CHSLന്റെ പരിചയപ്പെടുത്തിയ അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെയും പാറ്റേൺ. കണ്ടില്ലേ നിങ്ങൾ? ജനറൽ ഇൻ്റലിജൻസ് 25 ചോദ്യം, 2 മാർക്ക് വെച്ചിട്ട് 50 മാർക്ക് കിട്ടും. GK വരുന്നുണ്ട് 25 ചോദ്യം, മാത്സുമായിട്ട് ബന്ധപ്പെട്ട് 25 ചോദ്യം, ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് 25 ചോദ്യം. അങ്ങനെ 100 ചോദ്യം, 2 മാർക്ക് വെച്ചിട്ട് 200 മാർക്ക് ഉണ്ടാവും. സമയം എത്രയാണ്? ആരെയും പറയാം? സമയം എത്രയാ 100 ചോദ്യത്തിന്? ആരെങ്കിലും ഒന്ന് പറ. 1 hour. യെസ്. അതെ 1 hour ആണ്. 100 ചോദ്യം 60 മിനിറ്റ് ആണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോവുക. 100 ചോദ്യം എങ്ങനെയാണ് 60 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ടൈം മാനേജ്മെൻറ്റ് പഠിക്കണം. ഇതിനകത്ത് ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. പിന്നെ അടുത്ത ഇത് ടയർ 1 ആണ്. ടയർ 1 കഴിഞ്ഞാൽ പിന്നെ ടയർ 2 കണ്ടില്ലേ? 60 ചോദ്യങ്ങൾക്ക് 1 മണിക്കൂർ കിട്ടും. മാത്സും മെൻ്റൽ എബിലിറ്റിയാണ് വരിക. പിന്നെ ഇംഗ്ലീഷും GKയും വരുന്ന 45 ചോദ്യം, 25 ചോദ്യം വെച്ചിട്ട് 70 ചോദ്യത്തിന് 1 മണിക്കൂറാണ്. 60 മിനിറ്റ് കൊണ്ട് 70 ചോദ്യം അറ്റൻഡ് ചെയ്യണം. ഇവിടെ 60 മിനിറ്റിൽ 60 ചോദ്യമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ടൈം, ക്വസ്റ്റ്യൻ പാറ്റേൺ, എക്സാം പാറ്റേൺ, ടൈം, ഇത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യൽ മാത്രമേ ഇതിന് നിവൃത്തിയുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമ്മൾ കുറേ പഠിച്ചിട്ട് കാര്യമില്ല. പഠിച്ച കാര്യങ്ങൾ നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ, ആ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ചോദ്യം ഇന്നതാണ്, ചോദ്യത്തിൻ്റെ ഉത്തരം. അധികം ചിലപ്പോൾ വായിച്ച് നോക്കേണ്ടി വരില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ട് ഇതിന് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കിത് പിന്നെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിൽ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡിലുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. 20 ചോദ്യങ്ങൾ ഉണ്ടാവും. 3 മാർക്കാണ്, 60 മാർക്ക് വരും. 15 മിനിറ്റ് കൊണ്ട് 20 ചോദ്യം അറ്റൻഡ് ചെയ്യണം. പിന്നെ ഡാറ്റ ആൻഡ് സ്പീഡ് ടെസ്റ്റ് ഉണ്ട്. അത് സ്കിൽ ടെസ്റ്റാണ്. ഇത്രയാണ് നമുക്ക് ടയർ 2ൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഏകദേശം ഒരു 80% മാർക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും. പിന്നെ ചില കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് ഒരു 70, 75 ആ രീതിയിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും. എന്തായാലും ഒരു 80 നമ്മൾ
പിന്നെ കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പിന്നെ പ്രതീക്ഷിക്കാം. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ അതിൽ ഒരു പ്രത്യേക പേപ്പർ ഉണ്ട്. അത് അവർ മാത്രമേ എഴുതണ്ടുള്ളൂ, മറ്റുള്ള ആളുകൾ എഴുതണ്ടല്ലോ. 2 മണിക്കൂർ കൊണ്ട് എഴുതേണ്ട പേപ്പറാണ്. സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അതിനകത്ത് വരിക. ഓക്കെ. പിന്നെ കുറച്ച് ഫിസിക്കൽ ടെസ്റ്റ് വരുന്ന ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ, ചില പോസ്റ്റുകളുണ്ട്. അതിൽ ഹൈറ്റ്, ചെസ്റ്റ്, വെയിറ്റ്, മെഷർമെൻറ്റ് നോക്കും. പ്രത്യേകിച്ച് സെൻട്രൽ എക്സൈസിൽ ഇൻസ്പെക്ടർ, പിന്നെ കസ്റ്റംസിൽ എക്സാമിനർ, കസ്റ്റംസിൽ പ്രിവെൻറ്റീവ് ഓഫീസർ, സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിൽ ഇൻസ്പെക്ടർ, പിന്നെ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ, ഫിനാൻസിൽ വരുന്ന CBN, പിന്നെ ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ, CBI, NI, ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഓഫീസർമാർക്കൊക്കെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഹൈറ്റ് ഇത്രയായിരിക്കണം, വെയിറ്റ് ഇത്രയായിരിക്കണം, ചെസ്റ്റ് ഇത്ര വേണമെന്നൊക്കെയുണ്ട്. അത് എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അത് നോക്കണം. നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ ആ മേഖലയിലേക്ക് പോകുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് അത്ര ഹൈറ്റ് ഉണ്ടോ, വെയിറ്റ് ഉണ്ടോ, ചെസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കണം. ഓക്കെ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് ജൂനിയർ എഞ്ചിനീയർ, അല്ലേ? ജൂനിയർ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ജൂനിയർ എഞ്ചിനീയർ. അതിപ്പോൾ അടുത്ത് വിളിക്കും, ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ അടുത്തുണ്ടാവും. അതിന് ഡിപ്ലോമ മതി, മിനിമം ഡിപ്ലോമ. അതായത് നമ്മളെ പോളിടെക്നിക് എന്നുള്ള ഡിപ്ലോമ ഉണ്ടെങ്കിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ ഈ 3 ബ്രാഞ്ചിലേക്കാണ് വിളിക്കുക. അപ്പോൾ ബിടെക് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. അപ്പോൾ ധാരാളം കുട്ടികൾ നമ്മുടെ നാട്ടിൽ ബിടെക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. പക്ഷേ ആളുകൾക്ക് ഇത് അറിയില്ല, ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടോ. കണ്ടില്ലേ, ഏകദേശം 1000-ഓളം ഒഴിവുകളിലേക്കാണ് കഴിഞ്ഞ വർഷം വിളിച്ചത്. ഈ വർഷത്തിൽ ഇപ്പോൾ വിളിക്കും, ഈ വർഷത്തിൽ ഇപ്പോൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പിന്നെ സിലബസ് കാര്യം കൂടാതെ മറ്റുള്ള പിന്നെ സബ്ജക്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളത് കണ്ടില്ലേ നിങ്ങൾ. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ, സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് CPW, സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ, സെൻട്രൽ വാട്ടർ കമ്മീഷൻ, ഡയറക്ടറേറ്റ് ഓഫ് ക്വാളിറ്റി അഷുറൻസ്, ഫറാക്ക ബറാജ് പ്രൊജക്ട്, മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ്, നാഷണൽ ടെക്നിക്കൽ റിസർച്ച്, ഇങ്ങനെയുള്ള കുറേ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇതിനകത്തൊക്കെയാണ് ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് കണ്ടില്ല 30 വയസ്സിനൊക്കെ OBC ആണെങ്കിൽ 3 ഇയേഴ്സും കൂടി കിട്ടും. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ബിടെക്കിനൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡിപ്ലോമ പോളിടെക്നിക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇപ്പം തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അപേക്ഷ കൊടുത്തിട്ട് സർവീസിലേക്ക് കയറാൻ പറ്റും. കണ്ടില്ലേ നിങ്ങൾ. ഒരു പിന്നെ ബേസിക്കായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള മെൻ്റൽ എബിലിറ്റി, ജനറൽ അവയർനെസ്, അങ്ങനെയുള്ള 50 ചോദ്യങ്ങളുണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൻ്റെ 100 ചോദ്യമുണ്ട്. അങ്ങനെ 200 ചോദ്യങ്ങളുണ്ടാവും. മാർക്ക് 200 തന്നെയാണ്. കണ്ടില്ലേ, സമയം 2 മണിക്കൂറാണ്. എല്ലാറ്റിനും കൂടിയിട്ട് 2 മണി. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ ഇതിൻ്റെ പരീക്ഷാ രീതികൾ മനസ്സിലാക്കുക. ഈ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ സിവിലാണെങ്കിൽ സിവിലിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാകുക. ഇലക്ട്രിക്കൽ ബ്രാഞ്ച് ആണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടത്, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കലായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഏത് ബ്രാഞ്ചാണോ അതിന് ഈ 3 ബ്രാഞ്ചിനാണ് ഇതിൽ ചാൻസ് ഉള്ളത്. ഓക്കെ. പിന്നെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, പാരാമിലിറ്ററി ഫോഴ്സിൽ കോൺസ്റ്റബിളുടെ നേരത്തെ പറഞ്ഞു 10ാം ക്ലാസ്സാണ് യോഗ്യത, GD കോൺസ്റ്റബിൾ ആണെങ്കിൽ. അതിൽ നിങ്ങൾക്ക് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് വരാം. ധാരാളം ഒഴിവുകളുണ്ടായി, 1000-കണക്കിന് 10,000-കണക്കിന് ഒഴിവുകൾ ഉണ്ടാവാറുണ്ട്. അതിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ ഇൻസ്പെക്ടറായിട്ട്, ഓഫീസറായിട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിളിക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം, അതിലേക്ക് വരാം. ഡൽഹി പോലീസിലും അതേപോലെ തന്നെ ആംഡ് പോലീസിലേക്കും ഇതിൽ ഒരുമിച്ചാണ് വിളിക്കുക. ആംഡ് പോലീസ് എന്ന് പറയുമ്പോൾ BSF, CRPF, CISF അതൊക്കെ ഉൾപ്പെടുന്നതാണ് ആംഡ് പോലീസ്. യെസ്. പിന്നെ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, BA ഹിന്ദി, MA ഹിന്ദി പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ മിക്കവാറും എല്ലാ ഓഫീസുകളിലും ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഡയറക്ടറേറ്റിലൊക്കെ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർമാരുണ്ടാവും. റെയിൽവേയിലുണ്ടാവും, അല്ലേ? റെയിൽവേ ബോർഡിലുണ്ടാവും. അവിടെയൊക്കെ ഹിന്ദി ട്രാൻസ്ലേറ്ററായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഹിന്ദിയിൽ നല്ല പരിജ്ഞാനമുള്ള ആളുകളാണെങ്കിൽ ആ പരീക്ഷ എഴുതിയിട്ട് അതിലേക്ക് വരാം. കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റേഴ്സ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ എല്ലാ കൊല്ലവും പരീക്ഷ ഉണ്ടാവും. ഈ വർഷമുണ്ട്, അടുത്ത വർഷമുണ്ട്, എല്ലാ വർഷവും ഉണ്ട്. ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ. ഓക്കെ. അപ്പോൾ അതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിലേക്ക്. ഇനി നമ്മൾ ഷോർട്ട് ഹാൻഡ് പഠിക്കുന്നവരുണ്ട്. നമ്മുടെ നാട്ടിൽ ഷോർട്ട് ഹാൻഡ് നേരത്തെയൊക്കെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് വളരെ കുറവാണ്. എന്നാലും ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് പോകാം. അപ്പോൾ ഇംഗ്ലീഷിൽ ഷോർട്ട് ഹാൻഡ് പഠിച്ച കുട്ടികൾക്ക് സ്റ്റെനോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യാം. കേന്ദ്ര ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുണ്ട്. സ്റ്റെനോഗ്രാഫർ CD പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതിയിട്ട് വലിയ വലിയ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റെനോഗ്രാഫറായിട്ട്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് വരാൻ പറ്റുന്നതാണ്. +2 ആണ് യോഗ്യത പറഞ്ഞിരിക്കുന്നത്. +2 സ്റ്റെനോഗ്രാഫിയും ഉണ്ടെങ്കിൽ.
അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് അത് പഠിച്ചിട്ട് ഡിഗ്രിക്കൊക്കെ പോകുന്നതാണെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പരീക്ഷകൾ എഴുതിയിട്ട് നോക്കാം. കാരണം ഇതിൽ എല്ലാവരും ഉണ്ടാവില്ല, ഈ സ്റ്റെനോഗ്രാഫി അറിയുന്ന ആളുകൾ മാത്രമേ ഉണ്ടാവും. അപ്പോൾ അത് താരതമ്യേന അപേക്ഷകരുടെ എണ്ണം കുറവായിരിക്കും. അതുകൊണ്ട് മത്സരം കുറച്ചും കൂടിയും പിന്നെ ഈസി ആയിരിക്കും. വലിയൊരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. ഇത് അറിയുന്ന ആളുകൾക്ക് ഇതിലേക്ക് വരാൻ പോകും. സ്റ്റെനോഗ്രാഫർ എല്ലാം മികച്ച സാലറിയാണ്. ഉയർന്ന ശമ്പളത്തോടു കൂടി തന്നെ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് സർവീസിലേക്ക് വരാം. ഇനി കുറച്ച് ഇതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മുടെ PSC പോലെ തന്നെ ഇതിൽ വൺ ടൈം രജിസ്ട്രേഷൻ ഉണ്ട്. നിങ്ങൾക്ക് പിന്നെ ssc.gov.in എന്നുള്ള സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കിട്ടും. പഴയ ഒരു സൈറ്റ് ഉണ്ട്, അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല. പുതിയ സൈറ്റിലേക്കാണ് വരേണ്ടത്. എന്നിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ നടത്തുക. വൺ ടൈം രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലൈവായിട്ടാണ് ഫോട്ടോ എടുക്കുക. നമ്മൾ ഫോട്ടോ കൊടുത്തിട്ട് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ആക്കലല്ല. നമ്മൾ പിന്നെ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ ലൈവായിട്ട് ക്യാമറ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അന്നേരമുള്ള ഫോട്ടോ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പിന്നെ ഒരു യൂസർ ID, ഒരു യൂസർ നെയിമും പാസ്വേഡും കിട്ടും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ. രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് രജിസ്ട്രേഷൻ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് ഒരു അരമണിക്കൂറെങ്കിലും സമയം എടുക്കും. നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റുകളും അപ്ലോഡ് ചെയ്യാൻ എല്ലാ ഡീറ്റെയിൽസും ചോദിക്കും. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു യൂസർ IDയും ഒരു പാസ്വേഡും കിട്ടും. അത് ഡയറി തന്നെ എഴുതി വെക്കുക. മൊബൈൽ ഫോണിൽ വെച്ചാൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ഓരോ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ലോഗിൻ ചെയ്താൽ മതി. ആ യൂസർ IDയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ നോട്ടിഫിക്കേഷൻസ് കാണിക്കും. നിങ്ങളുടെ യോഗ്യതക്കനുസരിച്ച് ഇപ്പോൾ 10ാം ക്ലാസ്സാണ്, +2 ആണ്, ഡിഗ്രിയാണ്, അതിനനുസരിച്ച് അവിടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ കാണും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ് അപേക്ഷ കൊടുത്തു കഴിഞ്ഞ് അത്രയേ ഉള്ളൂ. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ നടത്താനേ കുറച്ച് ടൈം എടുക്കും. എന്നിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് യൂസർ ID വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ പിന്നെ അതിൻ്റെ യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഒരു പ്രസൻറ്റേഷൻ രീതിയിൽ SSC എന്താണ്, CGL എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു പ്രസൻറ്റേഷൻ എന്നുള്ള രീതിയിൽ 1 മണിക്കൂർ ഏകദേശം ഞാൻ എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സംശയമുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. SSC ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അപ്ലൈ ചെയ്യുന്ന സൈറ്റ് ഒന്നൊന്ന് കാണിച്ചു തരുമോ സാറേ ഒന്നുകൂടെ? ssc.gov.in ssc.gov.in ആ സൈറ്റിൽ പോയാൽ മതി. ഓക്കെ. നേരത്തെ ഒരു പഴയ സൈറ്റ് ഉണ്ട് ssc.nic. അത് വേണ്ടില്ല, ഇപ്പോൾ പുതിയ സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. Okay, any other queries? You can ask your questions. നമ്മൾ ഇപ്പൊ 10ാം ക്ലാസ്സിലെ അല്ലെങ്കിൽ 12ാം ക്ലാസ്സിലെ കുട്ടികളോട് നമുക്ക് പറഞ്ഞ് എന്നാ ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അതെങ്ങനെയാണ് ഒന്ന് പറയാൻ പറ്റുന്നത് സാറേ? അത് പത്രത്തിൽ നോട്ടിഫിക്കേഷൻ വരും. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ SSCന്റെ സൈറ്റിൽ കയറിയാൽ മതി. കലണ്ടർ ഇല്ല, കലണ്ടർ നോക്കി എല്ലാ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കലണ്ടർ കിട്ടും. ആ കലണ്ടറിന്റെ ഡേറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അപ്പോൾ അതിനകത്ത് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. നോട്ടിഫിക്കേഷൻ ഈ വെബ്സൈറ്റിലാണ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഉണ്ടാവും. SSC കലണ്ടർ 2025 എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറായിട്ട് കയറുന്ന ഒരാൾക്ക് IAS ലഭിക്കുമോ? അത് ചില ഡിപ്പാർട്ട്മെന്റിലെല്ലാം ലഭിക്കലുണ്ട്, കൺഫർമേഷൻ ഉണ്ടാവും. സർ, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമല്ല. ഇപ്പൊ കരസേനയിലേക്ക് നഴ്സിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ വിളിച്ചിട്ടുണ്ടല്ലോ, അതെ അതെ, അത് അപേക്ഷിക്കാൻ പറ്റുന്നില്ല. അത് പിന്നെ ആ പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് നമുക്കത് രജിസ്റ്റർ ചെയ്യാനേ പറ്റുന്നുള്ളൂ. അപ്പൊ അതിൽ ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ? ഇല്ല, ആർമി എന്നുള്ള സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇപ്പൊ അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നീറ്റ് സ്കോർ കാര്യങ്ങളൊക്കെ അതിനകത്ത് അപ്ലോഡ് ആക്കുക. പിന്നെ അവരുടെ മറ്റ് സ്ക്രീൻ ടെസ്റ്റുകളൊക്കെ പിന്നെ അവർ നടത്തും. അതിനനുസരിച്ചാണ് സെലക്ഷൻ ഉണ്ടാകുക. അതിന്റെ അപേക്ഷ കൊടുത്തു വെക്കുക. ജോയിൻ ഇന്ത്യൻ ആർമി എന്നുള്ള സൈറ്റ് കയറിയിട്ട് പെൺകുട്ടികൾക്ക് മാത്രം. പെൺകുട്ടികൾക്ക് മാത്രം അല്ലേ? ഓക്കെ അതെ അതെ അതെ. ഓക്കെ സർ, താങ്ക് യു. യെസ് സർ, ഇതിന്റെ നമ്മൾ നീറ്റിനും JEEക്കും പഠിക്കുന്നത് പോലെ ഇതിന് കോച്ചിങ് സെന്റർ ഉണ്ടോ? കോച്ചിങ് സെന്ററുകളുണ്ട്. ഇപ്പോൾ അത്യാവശ്യം കോഴിക്കോടൊക്കെ സെന്ററുകളുണ്ട്. പിന്നെ ഓൺലൈൻ കോച്ചിങ് ഉണ്ട്. പിന്നെ നമ്മൾ CG തന്നെ ഒരു ഫെലോഷിപ്പ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്.
എല്ലാ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ രീതിയിലുള്ള ഒരു പരിശീലനം ഉണ്ട്. പിന്നെ മാസത്തിൽ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാവും, 2 ദിവസം അവിടെ ഉള്ള ഒരു കോച്ചിങ് ഉണ്ട്. പിന്നെ ഒരു 8,000 രൂപ സൺറൈസ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞിട്ട് സിജി തന്നെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സിജിൻ്റെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് അപേക്ഷ കൊടുക്കാം. അതിൻ്റെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാവും. എല്ലാം വളരെ സീരിയസ് ആയിട്ടാണ്. ജസ്റ്റ് വന്ന് പോവുക പൈസ വാങ്ങുക എന്നുള്ളതല്ല. ഓരോ മാസവും അതിൻ്റെ പിന്നെ ഇവാലുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ അടുത്ത മാസത്തെ ഫെലോഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. ഒരു 80,000 രൂപ ഫെലോഷിപ്പ് കൊടുക്കുന്നുണ്ട് സിജി, ഒരു സൺറൈസ് ഈ വർഷം കുറേ കുട്ടികൾക്ക് കൊടുത്തിരുന്നു. ഈ വർഷത്തെ റിസൾട്ട് വളരെ അഭിമാനകരമായ റിസൾട്ടാണ്. കൂടുതൽ കണ്ടാക്സിലും കസ്റ്റഡിലും സിബിലെ റിസൾട്ടിൽ അവരൊക്കെ പിന്നെ സിജിയിലെ ഫെലോഷിപ്പ് ഒരു 10ഓളം കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓൺലൈൻ കോച്ചിങ് പല ഏജൻസികൾ, പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ഓൺലൈൻ കോച്ചിങ് നടത്തുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ഹലോ സർ, ഇപ്പം തന്നെ സിജി റെഗുലർ കോച്ചിങ് കൊടുക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട് കോഴിക്കോടൊക്കെ. യെസ്, എന്തോ പറഞ്ഞോ? ഹലോ സർ, സിജിന്റെ അതിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് സിജിയുടെ ഓൺലൈൻ സൈറ്റിൽ കോച്ചിങ്ങിന്? കയറിയാൽ മതി. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് സൈറ്റിൽ കാണിക്കും. CIGI.org, CIGI.org ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ അടുത്ത് വിളിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ല സർ, നോട്ടിഫിക്കേഷൻ ഒന്നുകൂടെ വരും. അതിൽ റിപ്പീറ്റ് കോൺടാക്ട് ചെയ്യാമോ? നമ്പർ ഉണ്ടാവും. ആ സിജി നമ്പർ സർ CIGI, CIGI.org സാർ ഈ ആ സൈറ്റിൽ കയറി നോട്ടിഫിക്കേഷൻ വരുന്ന ടൈം പറയാൻ പറ്റുമോ? നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് അതിനകത്ത് കോൺടാക്ട് നമ്പർ ഉണ്ട്. അതിൽ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടുക. അല്ലെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റേഴ്സ് ഇതിനകത്ത് ഉണ്ട്, അവർ പറയും, കുറച്ച് കഴിഞ്ഞിട്ട് പറയും. സാർ ആ 18ാമത്തെ സ്ലൈഡ് ഒന്ന് കാണിക്കാവോ? ഏതാ പേരെന്താണ് അതിൻ്റെ? 18th സ്ലൈഡ്. എന്തിൻ്റെതാണ്? ഏതിൻ്റെത്? അത് കലണ്ടർ എന്തോണെന്ന് തോന്നുന്നു. ആ, കലണ്ടറാ. ആ കലണ്ടർ നിങ്ങൾക്ക് സൈറ്റിൽ കയറിയാൽ കിട്ടും. ഞാൻ അതിൻ്റെ ചെറിയൊരു ഭാഗം പിന്നെ കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചതാണ്. നിങ്ങൾക്ക് സൈറ്റിൽ കയറിയാൽ ഫുള്ളായിട്ടുള്ള കിട്ടും. ആണോ? ആ, ഞാനത് ചെറിയൊരു ഭാഗം ഇവിടെ സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതാ കണ്ടില്ല. ഇതിപ്പോൾ ആ സാറെ കട്ടാവുന്നുണ്ട്. ഇത് ഒരു ജൂലൈ സെപ്റ്റംബർ വരെ ഓക്കെ അല്ല? കാണുന്നില്ല? ആ ആ ആ ആ, ഓക്കെ. എനി അതർ ക്വറീസ്? യു ക്യാൻ ആസ്ക് യുവർ ക്വസ്റ്റ്യൻസ്, യുവർ ഡൗട്ട്. സാർ കേൾക്കുന്നുണ്ടോ? ആ, സാർ കേൾക്കാം ഞാനിപ്പോ കേൾക്കാം. ഡിഗ്രി സെക്കൻഡ് ഇയർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഓക്കെ ഓക്കെ. ഗ്രാജുവേഷൻ ലെവൽ ആ, സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഓക്കെ. ഞാൻ ഇപ്പൊ എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ ജസ്റ്റ് ഇപ്പോ SSC വരാന്ന് തീരുമാനിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഏത് കോച്ചിങ് സെന്റർ അല്ലാതെ ഏത് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്? എങ്ങനെയാണ് പഠിച്ചു സ്ഥലം തുടങ്ങുന്നത്? എവിടെയാ? സ്ഥലം എവിടെയാ? പുറത്താണ്, മലപ്പുറം. മലപ്പുറത്താണ് അല്ലേ? യെസ്, മലപ്പുറത്ത് ഇപ്പോൾ ക്രിയേൻ്റെ എല്ലാം കോച്ചിങ് സെൻ്ററിലുണ്ടല്ലോ, അതൊക്കെ ഉപയോഗപ്പെടുത്താം. ഇനി സിജീൻ്റെ ഫെലോഷിപ്പ് വരുന്ന സമയത്ത് അത് ഉപയോഗപ്പെടുത്താം. ഇനി ഇപ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്നത് കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് വീക്കെൻഡ് കോച്ചിങ് എവിടെയും കിട്ടുകയാണെങ്കിൽ അത് നോക്കാം. ഇനി അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ് ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് വെച്ചാൽ നിങ്ങളൊരു റാങ്ക് ഫയൽ വാങ്ങുക. കഴിഞ്ഞ വർഷത്തെ മത്സര പരീക്ഷകളുടെ. പിന്നെ നിങ്ങൾക്കിപ്പോൾ GD കോൺസ്റ്റബിൾ എഴുതാം, MTS എഴുതാം, CHSL എഴുതാം. ഇതിപ്പോൾ തന്നെ വിളിക്കുന്ന സമയത്തേക്ക് ഈ വർഷം തന്നെ എഴുതാം. നിങ്ങൾക്ക് ഓക്കെ. MTS എഴുതാം, GD കോൺസ്റ്റബിൾ എഴുതാം, CHSL എഴുതാം. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. റാങ്ക് ഫയൽ അടിയന്തരമായിട്ട് വാങ്ങുക. ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കുക. അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ദിവസവും 2, 3, 4 മണിക്കൂർ അതിന് വേണ്ടി ചിലവാക്കുക. എല്ലാ ദിവസവും നിങ്ങൾ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ചെയ്തു നോക്കുക. അതെല്ലാം ഇപ്പം തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൺലൈൻ കോച്ചിങ് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ്സിന് പോകുന്നതാണോണ്ട് ചിലപ്പോൾ ഓൺലൈൻ കോച്ചിങ് ആയിരിക്കും ഉപയോഗപ്പെടുക. അത് ഉപയോഗപ്പെടുത്താം. ഇനി അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സെന്ററിലേക്ക് കോണ്ടാക്ട് ചെയ്ത് നോക്കി. അപ്പൊ അവര് ആ പറയുന്ന ആ, എന്താ നോട്ടിഫിക്കേഷൻ വന്ന 2 മന്താ ക്ലാസ്, പിന്നെ എക്സാം കഴിഞ്ഞതിന് ആ, ശേഷം പിന്നെ വേറെ ക്ലാസ് എടുക്കണം, അങ്ങനെയാ പറയുന്നത്. ഞാൻ വിചാരിച്ചിട്ടുള്ള എനിക്ക് ഇപ്പൊ ആ, തന്നെ പ്രിപ്പയർ ചെയ്ത് നോക്കാൻ. ഡെയിലി വരുന്ന ക്ലാസ്സസ് ഉണ്ടാവുമല്ലോ, നമുക്ക് ഡെയിലി പ്രിപ്പയർ ചെയ്യാൻ. ആ, ആ. അങ്ങനെയായിരുന്നു അവര് 2 മാസത്തെ അങ്ങനെയുള്ള ക്ലാസ്. അങ്ങനെയുള്ള കോച്ചിങ്. പക്ഷേ ഈ 2 മാസത്തെ കോച്ചിങ് കൊണ്ടൊന്നും ആവില്ല. ജസ്റ്റ് നമുക്ക് ഒരു അവയർനെസ് കിട്ടുമെന്നല്ലാണ്ട് നിങ്ങളിപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തം അതെ, നിലയിൽ അതിനാണ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനത്തെ കോച്ചിങ് സെന്റേഴ്സ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇവര് എക്സാമിന്റെ മുന്നേ ഉള്ള അതിന് മാത്രം പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു കോച്ചിങ് ആ കൊടുക്കുന്ന ഓൺലൈനിൽ. അതിനെ കൊണ്ട് കാര്യമില്ല. നമുക്ക് കാര്യം കിട്ടണമെങ്കിൽ ഒരു 1 ഇയർ ത്രൂ ഔട്ട് എന്തായാലും നമ്മൾ ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ സ്വന്തമായിട്ട് തന്നെ സെൽഫ് സ്റ്റഡി എന്ന് ഉപയോഗപ്പെടുത്താം കേട്ടോ.
പിന്നെ ഓക്കെ. സിജിന്റെ സിജിയുടെ ഫെലോഷിപ്പ് നമ്മൾ ഉപയോഗപ്പെടുത്താം. അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുമായിരിക്കും അല്ലേ? അവിടെ ഇതുപോലെ കോച്ചിങ് കൊടുക്കണ്ടായിരിക്കോ? എവിടാ? സിജിയുടെ സിജിയിൽ പറഞ്ഞിട്ടില്ലേ? ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഡെയിലി ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഡെയിലി നിങ്ങൾക്ക് 2-3 സെറ്റ് ക്വസ്റ്റ്യൻ തരും, അത് നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെ മന്ത്ലി ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാവും. മന്ത്ലി ഒരു 2 ദിവസം അവിടെ നിങ്ങൾക്ക് കോച്ചിങ് ഉണ്ടാവും. രാവിലെ മുതൽ ശനി ഞായർ ഓക്കെ. വൈകുന്നേരം, രാവിലെ മുതൽ വൈകുന്നേരം വരെ. അപ്പോൾ നമ്മൾ ഓരോ മന്ത്ലി നമ്മൾ ഇവാലുവേഷൻ നടത്തും. ഈ ഒരു മാസം നിങ്ങൾ എത്രത്തോളം നിങ്ങൾ സ്കോർ നേടിയിട്ടുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് അടുത്ത മാസത്തെ ഫെലോഷിപ്പ് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോ. സിജിയായിട്ട് കോൺടാക്ട് ചെയ്യാം. സിജിന്റെ കോർഡിനേറ്റർ ഇതിനകത്തുണ്ട്, അവർ ലാസ്റ്റ് പറയും അതിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ. താങ്ക് യു സർ. സർ ഓക്കെ, ഇനി അതുകൊണ്ട് സർ ഒരു കാര്യം ചോദിച്ചോട്ടെ, NDAക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്ക് ഇതുപോലെ പറയൂ, പറയൂ. സിജി എന്തെങ്കിലും, NDAക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്ക് സിജി NDA ഇതുപോലെ ഇതുവരെ അങ്ങനെ NDA തുടങ്ങിയിട്ടില്ല. ഇല്ല, ഫെലോഷിപ്പ് തുടങ്ങിയിട്ടില്ല. ഇപ്പൊ ആ, CG അല്ലാതെ CG കൊടുത്തിരിക്കുന്നത് ഓക്കെ. ഫെലോഷിപ്പ് തുടങ്ങിയിട്ടുള്ളത്. ആ, CG 8000 രൂപയാണ് മാസത്തിൽ കൊടുക്കുന്നത്. 10 മാസം കൊടുക്കും. 80,000 രൂപ ഒരു കുട്ടിക്ക്. സ്ക്രീനിങ് ടെസ്റ്റ് നടത്തിയിട്ട് സെലക്ട് ചെയ്യും. അപ്പോൾ അതിലിപ്പോൾ 10 കുട്ടികൾക്ക് ഈ വർഷം കിട്ടിയിട്ടുണ്ട്. അപ്പോയിൻമെന്റ് ആയി. സർ ഓക്കെ, അതിന് ഇനി അതർ വല്ല ക്വറീസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പേയ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? CGLന്റെ ക്ലാസ്സിന് എന്താണ് പേയ്മെന്റ് CGL ന്റെ ഉണ്ടോ ക്ലാസ്സിന്? ചോദിക്കുക. CGയിൽ പേയ്മെന്റ് അങ്ങോട്ടാണ് CG കൊടുക്കുന്നത്. 8000 രൂപ ആ, CGയിൽ അല്ലാതെ 8000 രൂപ അങ്ങോട്ടാണ് ക്ലാസ് ഫ്രീ കൊടുക്കുന്നത്. ആണല്ലേ? ക്ലാസ് ക്ലാസ് ഫ്രീ അല്ല, അതിന്റെ ഭാഗമായിട്ട് വരുന്ന ക്ലാസ് ആണ്. ക്ലാസ് അല്ല, അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഫ്രീ ക്ലാസ് ആണ്. അതായത് ആ നിങ്ങൾ മെനക്കെടാൻ തയ്യാറാണെങ്കിൽ CG നിങ്ങൾക്ക് 8000 രൂപ മാസത്തിൽ അങ്ങോട്ട് തരും. ആ മനസ്സിലായില്ല? അതിന് സർ കുറേ അത് റൂൾസ് ഓൺലൈൻ ക്ലാസ് ആണോ? ഓഫ്ലൈനാണ്. 2 ദിവസത്തെ ക്ലാസ് മാസത്തിലുണ്ടാവും. അത് ഓഫ്ലൈനാണ്. ആ അല്ല ബാക്കി ഓൺലൈൻ ആയിട്ടാ? ആപ്പ് ബാക്കിയെല്ലാം ഡൗൺലോഡ് ഓൺലൈൻ ചെയ്തത്? ഓൺലൈൻ ആയിട്ടുള്ള രീതിയാണ്. പിന്നെ ആ നിങ്ങൾക്ക് ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് ദിവസവും ക്വസ്റ്റ്യൻ ഉണ്ടാവും. എല്ലാ ദിവസവും ആ സ്റ്റഡി മെറ്റീരിയൽസും ഉണ്ടാവും. പിന്നെ ടെസ്റ്റും ഉണ്ടാവും. അപ്പോൾ അത് സീരിയസ് ആയിട്ട് ഇ- നോക്കുന്ന ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്തിയാൽ തന്നെ മതി. റാങ്ക് ഫയൽ ഇതിന്റെ സെൽ ഏത് ഓർഡറിലാണ് ചൂസ് ചെയ്യേണ്ടത് സാർ? റാങ്ക് ഫയൽ റാങ്ക് ഇഷ്ടം ഫയൽ പോലെ ഉണ്ട്. നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ ഒന്ന് കയറി അടിച്ചാൽ മതി. SSC CGL റാങ്ക് ഫയൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കമ്പനീൻ്റെ കിട്ടും. ഏത് എല്ലാം ഒരേ മെറ്റീരിയൽ തന്നെയാണ്. കാരണം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് അവർ തരിക. അതിൽ ആൻസർ ആ ഉണ്ടാവും, എക്സ്പ്ലനേഷൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് പഠിക്കാതെ. ഉം. ഏതാ ബെറ്റർ? ഏതാ ഞങ്ങൾ വാങ്ങിക്കാൻ വെച്ചാൽ നല്ലത് ഏതാ? അങ്ങനെയില്ല, അതെല്ലാം ഏകദേശം എല്ലാം പ്രശ്നമൊന്നുമില്ല. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ആ ഓ, സിജിയിലേക്കുള്ള സെലക്ഷൻ എങ്ങനെയാണ് സർ ഈ അത് CG ഫെലോഷിപ്പ് ഒരു കിട്ടാൻ? ടെസ്റ്റ് നടത്തും. എല്ലാ ജില്ലയിലും പരീക്ഷാ കേന്ദ്രം ഉണ്ടാവും. CG ഒരു ടെസ്റ്റ് നടത്തും. CGന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും നിങ്ങൾക്ക്. CIGI.org ആ സൈറ്റിൽ കയറിയാൽ കിട്ടും. ഓക്കെ. അപ്പോൾ എന്തായാലും പിന്നെ കുറേ സംശയങ്ങൾ മാറിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്കിത് വൈൻഡപ്പിലേക്ക് പോവാം അല്ലേ? അല്ലെങ്കിൽ 1-2 ആളുകൾ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് നമുക്ക് സമാപനത്തിലേക്ക് നീങ്ങാം. യെസ്, സർ സിജിന്റെ എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ എന്താണ് ഞങ്ങൾ നോക്കണ്ടേ? ഇതല്ല, ഈ CGLന്റെ അതേ പാറ്റേൺ തന്നെ. ആ ഇപ്പം പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ജനറൽ നോളജ്, ഇംഗ്ലീഷ്, മാത്സ്, മെന്റൽ എബിലിറ്റി, ഇതേ സാധനം തന്നെ. ആ പ്രീവിയസ് അതേ റാങ്ക് ഫയൽ നോക്കി മോഡൽ പഠിച്ചാൽ മതി അല്ലേ? റാങ്ക് ഫയൽ നോക്കിയിട്ട് വർക്ക് ചെയ്താൽ മതി. റാങ്ക് ഫയൽ അത് പ്രാക്ടീസ് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതിന്റെ എക്സാം എന്നാ വരിക? അത് നമ്മൾ കോർഡിനേറ്റർ പറയും ഡേറ്റും കാര്യങ്ങളൊക്കെ. അത് ഓക്കെ നിങ്ങൾക്ക് ഞാനൊരു കോണ്ടാക്ട് നമ്പർ തരാം, ഒന്ന് നോട്ട് ചെയ്യോ? അതാ, സിജിയുടെ അത് നോട്ട് ചെയ്തോ. ആ കോർഡിനേറ്ററുടെ നമ്പർ നമ്പർ തരാം. നോട്ട് ചെയ്തു. അതിൽ നിങ്ങൾക്ക് ഈ സംശയങ്ങൾക്കുള്ള മറുപടി അവർ പറയും. ഞാൻ പറയുന്നൊന്ന് നോട്ട് ചെയ്തോളൂ. 808 666 3004 അതിൽ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ. ഇനി മാഡം ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മാഡം സംശയങ്ങൾ ഫോൺ നമ്പർ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? തീർന്നിട്ടുണ്ടെങ്കിൽ 1-2 ആൾക്ക് ഒരു ഫീഡ്ബാക്ക് പറയാം. ഒരു ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. 808 666 3004. താങ്ക് യു. ഒത്തിരി നല്ല ഇൻഫോർമേറ്റീവായ ക്ലാസ് ആയിരുന്നു. നന്നായിട്ട് മനസ്സിലാക്കാനും പിന്നെ അതിനെ കുറിച്ച് എഴുതി വെക്കാനും പഠിക്കാനും നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ഉള്ള ഒരു ഇൻഫോർമേറ്റീവ് ക്ലാസ് ആണ് സാറിന്റെ. നന്നായിട്ടുണ്ടായിരുന്നു. നല്ല പ്രസന്റേഷനും. താങ്ക് യു സർ. ഓക്കെ, വെൽക്കം. വളരെ ഹെൽപ്ഫുൾ ആയ ക്ലാസ് ആയിരുന്നു സർ. ഞങ്ങൾക്ക് അറിയാത്ത കുറെ വിവരങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു. ഓക്കെ, എനി അതർ കമന്റ്സ്? സാർ ഞാൻ SSC ഇപ്പോ പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളൂ. അപ്പൊ കറക്റ്റ് ടൈമിൽ തന്നെ സാറിന്റെ ക്ലാസ് കിട്ടി.
ഈ ക്ലാസ് ഭയങ്കര യൂസ്ഫുൾ ആയി. എനിക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതേപോലെ സിജി അതിനെപ്പറ്റിയൊക്കെ അറിയാൻ പറ്റി. ഭയങ്കരമായിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആണ് സർ. ഓക്കെ, എനി അതർ കമന്റ്സ്? 2014-15 ഞാൻ ദയാപുരം റെസിഡൻഷ്യൽ സ്കൂൾ കോഴിക്കോടില് +2 അധ്യാപികയായിരുന്നു. അപ്പൊ സാറിനെ +2 കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ റമീസ് മറാൽ എന്ന് പറഞ്ഞ് സാറിന്റെ നെയിം കണ്ടപ്പോ തന്നെ ഞാൻ ചാടി കയറി ഇതിനു വേണ്ടി ക്ലാസ്സിന് കയറിയതായിരുന്നു. ഏതായാലും നല്ല അനുഭവമായി. സാറിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിൽ, എനിക്ക് നല്ലോണം അറിയാം. അപ്പൊ അതിന്റെ പേരിലാണ് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. ഓക്കെ, വെൽക്കം. ഈ ക്ലാസ് കേട്ടവർ, ഞാൻ ലുക്മാന് കരിയർ മിഷന്റെ പ്രൊജക്ട് ഡയറക്ടറാണ്. ഈ ക്ലാസ് കേട്ട ഓരോരുത്തരും 10 ആൾക്കെങ്കിലും ഈ സന്ദേശം കൊടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഈ മേഖലയിൽ എത്തിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു സർ. എനി അതർ കമന്റ്സ്? അപ്പോൾ ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതിന് മുമ്പ് ഒരു കാര്യം മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. എന്തോ പറയുന്നുണ്ടോ? ഇല്ല എന്നാലും കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഒരു കാര്യം, അതായത് പിന്നെ ഈ ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ മുന്നേറുകയാണെങ്കിൽ കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. ഒരു ദിവസം ഒരു 4-5 മണിക്കൂർ ഇതിനു വേണ്ടി ചെലവാക്കുക. അടുത്ത വർഷം ലിസ്റ്റിൽ വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും കിട്ടും. കിട്ടാതിരിക്കില്ല, നോ പ്രോബ്ലം. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. മൈക്ക് സിജി ഹെഡ്ക്വാർട്ടേഴ്സിന് കൈമാറുകയാണ്. ഓക്കെ സാർ, എന്നാൽ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അതെ. ഓക്കെ. കേന്ദ്ര സർക്കാർ ജോലിയിലേക്കുള്ള പുതിയ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. ഇതേക്കുറിച്ച് വളരെ വിശദമായിട്ടും വളരെ നല്ല രീതിയിലുമാണ് സാർ നമുക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളത്. സാറിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. എല്ലാ ഞായറാഴ്ചകളിലും വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്സുമായി സിജി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. സെയിം ലിങ്ക് തന്നെയായിരിക്കും എല്ലാ ഞായറാഴ്ചകളിലും ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ഓൾ. ഓൾ ദ ബെസ്റ്റ്.